പ്രസിഡന്റ് സഹോദരൻ ഷഫീഖ് സുഹരി, എനിക്ക് മുൻപ് സംസാരിച്ച മുഖ്യപ്രഭാഷകൻ എസ് എം ബഷീർ കുഞ്ചത്തൂർ, സഖാവ് തങ്ങൾ, കെ പി മുഹമ്മദ്, പാർട്ടിയുടെ കരുത്തനായ ജില്ലാ അധ്യക്ഷൻ യൂനുസ് തളങ്കര, അതുപോലെ തന്നെ ഹാരിസ് അദൂർ, ഇബ്രാഹിം തോക്ക, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ഇബ്രാഹിം കോളിയെടുക്കം, അതുപോലെ തന്നെ ആബിദ് മഞ്ഞമ്പാറ, ഇതിനെല്ലാം ഉപരി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തിയും ചൈതന്യവുമായ സത്യാന്വേഷികളും സഹൃദയരുമായ സഹോദരങ്ങൾക്ക് 1000 ധീര വീര വിപ്ലവ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഒരുപക്ഷെ പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, ഇപ്പൊ എന്ത് PDP, അതൊക്കെ പണ്ടല്ലേ. PDP തകർന്ന് നാമാവശേഷമായി. PDPയെ കുറിച്ച് കേൾക്കാനില്ല. ഈ കഴിഞ്ഞ ഒരു ബൈ ഇലക്ഷൻ ഞങ്ങൾ ആരും ഒരക്ഷരം കേരള സമൂഹത്തിൽ പറയേണ്ടി വന്നിട്ടില്ല. PDP മത്സരിക്കുന്നില്ല, PDP ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകളിലെയും ചർച്ച അബ്ദുൽ നാസർ മഹദനിയും PDPയുമായിരുന്നു. എന്താ കാരണം? എന്താണ് PDP എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന ഭാരവാഹിയാണ്. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നത് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലെ പൊതുയോഗത്തിലാണ്. ഇന്നലെ ഈ സമയത്ത് നിങ്ങൾക്കറിയോ, അബ്ദുൽ നാസർ മഹദനി എന്ന 24 ക്യാരറ്റ് മുസൽമാനായ താടി വെച്ച തൊപ്പി വെച്ച നിസ്കാര തഴമ്പുള്ള ഒരു മനുഷ്യൻ 1993 ഏപ്രിൽ മാസം 14-ാം തീയതി കോഴിക്കോട് പട്ടാള പള്ളിയുടെ മുൻപിൽ പൊരി വെയിലത്ത് 1:15 ഉറപ്പിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 31 വർഷം പിന്നിട്ട് ഇന്നിപ്പോൾ അജിത് കുമാർ ആസാദ് ആ പാർട്ടിയുടെ ബാനറിന് കീഴിൽ ഈ ബദിയടുക്കയുടെ മണ്ണിൽ പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ അഭിമാനത്തോടുകൂടെ പറയട്ടെ, ഇന്നുവരെ പറഞ്ഞ ഒരു വാക്കുപോലും തിരുത്തി പറയേണ്ട ഗതികേടുണ്ടായിട്ടില്ലാത്ത ഒരു നേതാവിനും ഒരു പ്രസ്ഥാനത്തിനും കീഴിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു വാക്ക് അബ്ദുൽ നാസർ മഹദനിക്ക് തിരികെ പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ വ്യക്തതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, സത്യത്തിൽ ഇവിടുത്തെ നമ്മുടെ സഹരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി മാറി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ തങ്ങൾക്ക് അധികാരത്തിലെത്താമെന്നുള്ള പ്രയത്നത്തിനിടയിൽ മറന്നുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാതെ പോയവരല്ല, കാലത്തിന്റെ ചുവരെഴുത്തുകൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകുന്നവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പ്രസ്ഥാനമുണ്ടായി 31 വർഷം പിന്നിടുമ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പിന്തുണച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ്. ഇപ്പോഴും ഞങ്ങൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ്. അതിനിടയിൽ ഞങ്ങളൊന്ന് UDF-നെ പിന്തുണച്ചു. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ
ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകളോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ നൽകിയ തിരഞ്ഞെടുപ്പിലാണ്. അത് കഴിഞ്ഞ് ഇന്ന് വരെ അതിന്റെ 7 അയലത്തെത്താൻ UDF സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഉണ്ടെങ്കിൽ പറയും, അജിത് കുമാർ ആസാദിന്റെ ഗീർവാണ പ്രസംഗം. ഞാനൊന്ന് ചോദിക്കട്ടെ, രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന് എറണാകുളത്തിന്റെ അപ്പുറത്ത് ഒരു സീറ്റ് കൊടുക്കാൻ PDP സമ്മതിച്ചിട്ടില്ല. കണക്കുകൾ നോക്ക്. ഞങ്ങളെ വെല്ലുവിളിച്ചതിന്റെ ഫലം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള സീറ്റുകളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. അബ്ദുൽ നാസർ മദനിയെ വെല്ലുവിളിച്ചതിന്റെ ഫലമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ? ഞങ്ങൾക്ക് ഒരു സീറ്റും ഇല്ല കേരളത്തിൽ. എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നുണ്ട്, ഏത് പൊന്നു മോനെയും തോൽപ്പിക്കാൻ അബ്ദുൽ നാസർ മദനിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും വിചാരിച്ചാൽ മതി. കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളൊരു കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. 596 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചവരുണ്ട് കേരളത്തില്. 1268-നും 2000-നും ഇടയ്ക്ക് ജയിച്ച 17 പേരുണ്ട് കേരളത്തില്. 6000-നും 11,000-നും ഇടയ്ക്ക് ജയിച്ച 8 പേരുണ്ട് കേരളത്തില്. കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഈ നിയോജക മണ്ഡലങ്ങളിലൊക്കെ അങ്ങ് പാറശാല തുടങ്ങി ഇങ്ങ് മഞ്ചേശ്വരം വരെ വന്നാൽ ഒരു PDP-കാരനില്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത, കമ്മിറ്റികളില്ലാത്ത ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതാണ് അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം. അതാണ് PDP. കാലത്തിനനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തെ ഞങ്ങൾ വിമർശിക്കാതിരുന്നിട്ടില്ല. ഞങ്ങളങ്ങനെ പിന്തുണ തീരെഴുതി കൊടുത്തിട്ടുമില്ല. പറയേണ്ടത് ആരുടെയും മുഖത്തു നോക്കി പറയാനുള്ള ചങ്കൂറ്റത്തോടു കൂടെയാണോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെ, അത് പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് അജിത് കുമാർ ആസാദ് ഒക്കെ ബദിയടുക്ക ടൗണിൽ വന്ന് പ്രസംഗിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ തൊട്ട് പിന്നിലെ കടയുടെ മുൻപില് ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോ എന്റെ മൈക്രോഫോൺ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ SI ഉണ്ടായിട്ടുണ്ട്. ആ SIയുടെ പുറകെ ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോ 100 കണക്കിന് നാട്ടുകാര് എന്നോടൊപ്പം ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കാൽനടയായിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളില് എന്റെ മൈക്ക് എടുത്തു കൊണ്ടുപോയ SI അതേ മൈക്ക് അതേ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ മതമൗലികവാദികളായിരുന്നു, തീവ്രവാദികളായിരുന്നു എന്നാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്. അജിത് കുമാർ ആസാദിന്റെ ഒക്കെ നെറ്റിക്ക് ഇങ്ങനെ ഒട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. എന്താ? തീവ്രവാദി, മതമൗലികവാദി, വിധ്വംസകകാരി, രാജ്യദ്രോഹി, അക്രമകാരി. ബദിയടുക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, ഇവിടെ പോലീസുകാരുണ്ടാവുമല്ലോ, ഞാൻ പ്രസംഗിക്കുന്നിടത്ത് എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ സുപ്രീം കോടതി ബാബറി മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ല. ഇത് മഹദിനെ ത്രസിപ്പിച്ചു വിട്ട രക്തമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ പോലീസുകാരുണ്ടാകും. ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും BJP-കാരും ഒക്കെ ഇവിടെ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുകയാ. അത് ബദിയടുക്കയുടെ മണ്ണിൽ പരസ്യമായിട്ട് വേദി കെട്ടിക്കൊണ്ട് ചോദിക്കുകയാ. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ നാളെ ഇവിടെ വേദി കെട്ടട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുവെങ്കിൽ മറ്റന്നാൾ എന്റെ ചെലവിൽ വേദി കെട്ടിക്കൊണ്ട് അജിത് കുമാർ ആസാദ് നിങ്ങൾ പറയുന്ന പാർട്ടിയിൽ ചേരും. ഇതെന്റെ വാക്കാണ്. ചോദ്യം നമ്പർ 1. 1993 ഏപ്രിൽ മാസം 14-ാം തീയതി രൂപീകൃതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ 2024 ഡിസംബർ മാസം 7-ാം തീയതി ഈ സായം സന്ധ്യയിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത്, ഈ നിമിഷത്തില് രാജ്യദ്രോഹികൾ, വിധ്വംസകാരികൾ, അക്രമകാരികൾ, ബോംബിന്റെ രാഷ്ട്രീയക്കാർ എന്നൊക്കെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരൊറ്റ ചോദ്യം, കേരളത്തിലെ ഏതെങ്കിലും ജയിലില് ഒരൊറ്റ PDP-കാരനെ ഈ നിമിഷം അടയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ അവസാനിപ്പിച്ചു തരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം.
അവസാനിപ്പിച്ചു തരും. അവസാനിപ്പിച്ചു തരും ഞങ്ങള്. ഒരൊറ്റ പീഡിപ്പിക്കാരൻ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് കണക്കെടുക്കാൻ പറ. കാസർഗോഡ് സബ് ജയില്, കാഞ്ഞങ്ങാട് സബ് ജയില്, ജില്ലാ ജയില്, തുറന്ന് ജയില്, കണ്ണൂർ സെൻട്രൽ ജയില്, തൃശൂർ സെൻട്രൽ ജയില്, തിരുവനന്തപുരം അട്ടക്കുളങ്ങര വരെ പോവട്ടെ. സെൻട്രൽ ജയിലുകള്, ജില്ലാ ജയിലുകള്, എവിടെയെങ്കിലും മരുന്നിനെങ്കിലും ഒരു PDP പ്രവർത്തകൻ അടക്കപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഈ പാർട്ടിയെ ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം. അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടുകൂടെയാ ഞങ്ങൾ പറയുന്നത്. ഒരൊറ്റ ഒരാളില്ല. ചോദ്യം നമ്പർ 2, ഇന്നുവരെ കേരളത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു തുള്ളി രക്തമെങ്കിലും ഈ മണ്ണിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി വീഴ്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ അവസാനിപ്പിച്ചു തരും ഞങ്ങൾ ഈ പാർട്ടിയെ. ഇന്നുവരെ ഒരു തുള്ളി രക്തം ഈ മണ്ണിൽ ഞങ്ങൾ ചിന്തിയിട്ടില്ല. 31 വർഷങ്ങൾ പിന്നിടുമ്പോഴും. പക്ഷെ ഞങ്ങൾ തീവ്രവാദി, ഞങ്ങൾ മതമൗലികവാദി, ഞങ്ങൾ രാജ്യദ്രോഹി, ഞങ്ങൾ ബോംബ് രാഷ്ട്രീയക്കാരാ. എന്ത് രാഷ്ട്രീയമാണ്? എന്ത് രാഷ്ട്രീയമാണ്? 21 വർഷക്കാലം ഒരു പച്ച പാവം മനുഷ്യനെ, നിങ്ങളെ പോലെ എന്നെ പോലെ മജ്ജയും മാംസവും രക്തപ്രസാദവുമുള്ള ഒരു പച്ച പാവം മനുഷ്യനെ ഈ നിമിഷം വരെ ഒരു പെറ്റി കേസിൽ പോലും ഈ ലോകത്ത് ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ലാത്ത അബ്ദുൽ നാസർ മഹദനി എന്ന മനുഷ്യനെ കോയമ്പത്തൂർ സെൻട്രൽ ജയില്, സേലം പണിഷ്മെന്റ് ജയില്, ബാംഗ്ലൂർ സെൻട്രൽ ജയില് അടച്ചു പീഡിപ്പിച്ചപ്പോ എവിടെയായിരുന്നോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്? എവിടെയായിരുന്നു? ഇപ്പൊ കുറെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അന്തിച്ചർച്ചകളിൽ ചാനലുകളിൽ വന്ന് കയറിയിരുന്നിട്ട് PDP എന്ന് പറയുമ്പോ കേൾക്കുമ്പോ ഹാലിളക്കമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചു. CPIM നേതാവ് P. ജയരാജൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇറങ്ങി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പുസ്തകം. ഇക്കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ട്. എന്താ അറിയോ? പുസ്തകം തീരണമെങ്കിലും മഹദനി വേണം, പ്രസംഗം ശ്രദ്ധിക്കപ്പെടണമെങ്കിലും മഹദനിയുടെ പേര് വേണം, തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ മഹദനിയുടെ പേര് വേണം. അങ്ങനെ നമ്മുടെ ജയരാജനും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എഴുതി, അതിലും കൊണ്ടുവന്നു അബ്ദുൽ നാസർ മദനി. അംബാസഡറാണ് പോലും തീവ്രവാദത്തിന്റെ അംബാസഡർ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നവരാ, ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷം ഈ സമൂഹത്തിൽ ഉണ്ടാവണം. ഇടതുപക്ഷത്തിന്റെ അപജയം അത് ഭയാനകരമായിരിക്കും. അതുകൊണ്ട് തന്നെയാ ഇടതുപക്ഷത്തെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണയ്ക്കുന്നത്. അത് വഖഫ് ബോർഡിൽ അംഗത്വം കിട്ടിയത് കൊണ്ടല്ല, ഏതെങ്കിലും ബോർഡോ കോർപ്പറേഷനോ കിട്ടിയത് കൊണ്ടല്ല. കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. അവിടെ എന്തും ഞാൻ പറയുന്നു, ശശിക്ക് മറുപടി പറയാതെ പോകണമെങ്കിൽ ഞങ്ങൾ മീശ വെച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. പറയേണ്ടത് പറയേണ്ടിടത്ത് പറഞ്ഞിട്ട് പോയ ചരിത്രമേ അബ്ദുൽ നാസർ മദനിക്കും കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടേ ഞങ്ങൾ പോയിട്ടുള്ളൂ. P. ജയരാജൻ തീവ്രവാദത്തിന്റെ മതതീവ്രവാദത്തിന്റെ അംബാസഡറാണ് അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞു. എന്നാ ഞാൻ തിരുത്തട്ടെ, ഈ പറയുന്ന P. ജയരാജനും അബ്ദുൽ നാസർ മദനിയും ഫാസിസത്തിന്റെ രക്തസാക്ഷികളാണ്. അറിയോ? ഫാസിസത്തിന്റെ രക്തസാക്ഷികൾ. P. ജയരാജൻ എന്ന് പറഞ്ഞ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിന്റെ ഒരു കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? തിരുവോണ നാളില് പായസം വിളമ്പുമ്പോ വീണപ്പോ ഒടിഞ്ഞതല്ല. തിരുവോണ നാളിലെ വീട്ടില് പായസം വിളമ്പാൻ പോയപ്പോ പടിയിൽ തട്ടി വീണിട്ടല്ല ജയരാജന്റെ കൈക്ക് കുഴപ്പമുണ്ടായത്. ഒരു തിരുവോണ നാളില് RSSകാരൻ സ്വന്തം വീട്ടിൽ കയറി പൂണ്ടു വിളയാടിയതാ. അത് ജയരാജൻ മറക്കരുത്. അതേ അവസ്ഥയാ അബ്ദുൽ നാസർ മദനിക്ക്, അതേ അവസ്ഥയാ.
ആ മനുഷ്യനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ഒരു കാല് നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയോ അബ്ദുൽ നാസർ മദനി RSSകാരന്റെ ബോംബേറാൻ ഒരു കാല് നഷ്ടപ്പെട്ട ഫാസിസത്തിനെതിരെയുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയാ. ഈ പറയുന്ന ജയരാജൻ കണ്ണൂർ ജില്ലയിൽ ഫാസിസത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന, ഒപ്പം ഫാസിസത്തിന്റെ അക്രമം മൂലമുണ്ടായ ഒരു രക്തസാക്ഷിയാ. പക്ഷെ ജയരാജനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജയരാജന്റെ കൈക്ക് അപകടമുണ്ടാക്കിയ, കൈ വെട്ടിയ ആ പ്രതികളുടെ, അവരുടെ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്നാ ഞാൻ പറയാം. സ്വന്തം കാല് ബോംബെറിഞ്ഞ് തകർത്ത RSSകാരനായ അജയനടക്കം മാപ്പ് കൊടുത്ത ഒരു മനുഷ്യനാണോ അബ്ദുൽ നാസർ മദനി? ലോക ചരിത്രത്തിൽ ആദ്യം. അറിയോ? ആ അബ്ദുൽ നാസർ മദനിയെയാണ് സ്വന്തം വീട്ടിൽ കയറിയവരെ കൈകാര്യം ചെയ്ത ചരിത്രമുള്ള പി ജയരാജൻ തീവ്രവാദത്തിന്റെ അംബാസഡർ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ വിട്ടുകൊടുക്കുമോ? നിങ്ങൾക്കറിയോ? അറിയാനൊരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരാം. അബ്ദുൽ നാസർ മദനിയെ ബോംബെറിഞ്ഞ് തകർത്ത്, കാല് തകർത്ത 2 RSSകാര് അവര് മഹദനിയെ കാണാൻ വന്നു. മഹദനി അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വെറും കൈകൾ മാത്രമാണ്, തല വേറെയാ. നിങ്ങളെപ്പോലെയുള്ള ദളിത് സമൂഹങ്ങളെ ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ നിരപരാധികളാണ്. നിങ്ങൾക്ക് പിന്നിലുള്ളവരെയാണ് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് കോടതിയിൽ വിചാരണ നടക്കുമ്പോ അബ്ദുൽ നാസർ മദനിയെ കൂട്ടിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഈ ആണെന്ന ആൾക്കാരെ അറിയാമോ? അപ്പോ ഉടനെ മഹദനി പറഞ്ഞു, എനിക്ക് അവരോട് എതിർപ്പില്ല. ഉടനെ കോടതി പറഞ്ഞു, ഇത് കോടതിയാണ്, നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, അത് കോടതി തീരുമാനിക്കും. അപ്പോഴാണ് ബോംബെറിഞ്ഞ സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അവരുടെ ആയുധങ്ങളും ഒക്കെ കോടതിയുടെ മുൻപിലേക്ക് വരികയാ. മഹദനിയോട് ചോദിച്ചു, ഈ ഷർട്ട് പരിചണ്ടോ? മഹദനി പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. സ്വന്തം ബ്ലഡ് പുരണ്ട ഷർട്ട്, ജുബ്ബ പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ആ 2 പ്രതികളെ അബ്ദുൽ നാസർ മദനി മാപ്പ് കൊടുത്തു വിട്ടു. തീവ്രവാദിയായ മഹദനി, മതമൗലികവാദിയായ മഹദനി, കോയമ്പത്തൂരിൽ ബോംബ് വെച്ച മഹദനി, ബാംഗ്ലൂരിൽ ബോംബ് വെച്ച മഹദനി അല്ലേ? ആ മനുഷ്യന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നറിയോ? നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു ഫോൺ ചെയ്ത് ചോദിക്ക്, അബ്ദുൽ നാസർ മദനിയെ ബോംബെറിഞ്ഞ് കാല് തകർത്ത ആ 2 പ്രതികൾ എവിടെ? ചോദിക്ക്. അറിയോ? അബ്ദുൽ നാസർ മദനിയെ ബോംബെറിഞ്ഞ് കാൽ തകർത്ത ആ പ്രതി ഈ അടുത്ത കാലത്തും മരണപ്പെട്ടു. എങ്ങനെയാണെന്നറിയോ? അതേ കാല് വ്രണം വന്ന് പൊട്ടി ഒലിച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു. അറിയോ? ഞങ്ങൾക്കതിൽ സന്തോഷമല്ല, ഞങ്ങൾ സന്തോഷിക്കുന്നവരല്ല. പക്ഷെ ഇതൊക്കെ കാണുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നടന്ന കാര്യ. അമേരിക്കയിലോ ബംഗ്ലാദേശിലോ പോകേണ്ട കാര്യമല്ല. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിലും മൈനാഗപ്പള്ളിയില് ജയൻ എന്ന് പറഞ്ഞ സഹോദരന്റെ കുടുംബത്തിൽ പോയിട്ട് അന്വേഷിക്കുക. അവിടെയും മഹദനി ആരാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. ഞാൻ ഇതിലേക്കൊക്കെ വരാൻ കാരണം ജയരാജന്റെ പ്രസ്താവനയാ. ഒരു 2 ലക്ഷം പുസ്തകമെങ്കിലും കൂടുതൽ തീർന്നിട്ടുണ്ടാവും. അതിൽ പരം പ്രകാശനം കൊണ്ട് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. തീവ്രവാദികളും മതമൗലികവാദികളുമാക്കി മഹദനിയെ അങ്ങ് മാറ്റാന്ന് കരുതി. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ ശ്രവിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ടാവൂടെ? കഴിഞ്ഞ ദിവസം ഒരു RSSന്റെ നേതാവ് ഒരു പ്രസംഗം നടത്തുക. ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ്, ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ്, ഇവിടെയുള്ളവരൊക്കെ ഹിന്ദുക്കളാണ്, ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളാണ്, ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ്, ഒക്കെ ഹിന്ദുക്കളാണ്. ഞാൻ ആ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന് കരുതി എന്റെ കാർ അവിടെ അടുപ്പിച്ചിട്ട് ആ
പ്രസംഗം മുഴുവനായിട്ട് കേട്ടു. ആ മനുഷ്യൻ പച്ചയ്ക്ക് പറയണേ, ഈ രാജ്യത്ത് പിറന്നു വീഴുന്നവരൊക്കെ ഹിന്ദുക്കളാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, RSSകാരോട്, BJPക്കാരോട്, എന്നെ ശ്രവിക്കുന്നവരോട്, ഈ രാജ്യത്ത് പിറന്നു വീണവരൊക്കെ ഹിന്ദുക്കളായിരുന്നെങ്കിൽ എന്തിനാണോ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? എന്തിനാണോ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? എന്തിനാ? എന്റെ സമൂഹം, എന്റെ സമുദായം ഹൈന്ദവനായിരുന്നുവെങ്കിൽ എന്തിനാണോ ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടി സമരം നടത്തേണ്ടി വന്നത്? എന്തിനാണോ വൈക്കം സത്യാഗ്രഹം നടത്തേണ്ടി വന്നത്? ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാനാകുമായിരുന്നില്ല. അറിയോ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ ചുവട്ടിൽ വരെ ഈഴവർക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ തുടങ്ങുന്നതിന് മുൻപ് ബ്രാഹ്മണൻ നേരെ ആൽമരത്തിനടുത്തേക്ക് വരും. നിങ്ങൾക്ക് എന്തൊക്കെ പൂജയാ കഴിക്കാനുള്ളത്? ആ പൂജയൊക്കെ പറഞ്ഞ് അതിനുള്ള പൈസ വാങ്ങും. അതിനയത്തൊന്നുമില്ല, പണമൊക്കെ വാങ്ങും. കയ്യിൽ വാങ്ങൂല, എറിഞ്ഞ് പാത്രത്തിൽ വാങ്ങും. എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പൂജ നടത്തും. പൂജ കഴിഞ്ഞ് 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈഴവ ആലെന്നറിയപ്പെടുന്ന ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് എന്റെ പിതാമഹന്മാർക്ക് പ്രസാദം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഞങ്ങളും ഹിന്ദുക്കളായിരുന്നല്ലേ? ഞങ്ങളും ഹിന്ദുക്കളായിരുന്നല്ലേ? വൈക്കം സത്യാഗ്രഹം, എന്തിനാണോ വൈക്കം സത്യാഗ്രഹം നടന്നത്? മഹാത്മാ അയ്യങ്കാളി ഈ കേരളത്തിന്റെ മണ്ണിൽ വില്ലു വണ്ടി സമരം നടത്തിയതിനു വേണ്ടിയാണോ? ഇവിടുത്തെ ദളിതനൊക്കെ ഹൈന്ദവരായിരുന്നുവെങ്കിൽ എന്തിനാണോ ഈ സമരം നടത്തിയത്? എന്റെ അമ്മ പെങ്ങന്മാർ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി എന്തിനാണോ സമരം നടത്തിയത്? പാണനും പറയനും പുലയനും വിശ്വകർമ്മജനും ഇവർ നടക്കുന്ന വഴികളിലൂടെ, പട്ടിക്കും പൂച്ചക്കും നടന്നു കയറാവുന്ന വഴികളിലൂടെ നടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നില്ല. ഇപ്പോ നമ്മളെല്ലാം ഹിന്ദു, എല്ലാം ഹിന്ദുവാ. എന്തൊരു വിരോധാഭാസം! എന്ത് നടന്നാലും ഞങ്ങൾക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. എന്തിന്റെ കുറവാ നമുക്കുള്ളത്? രാജ്യം ഭരിക്കുന്നത് 57 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി അല്ലേ? രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി. പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരാം. പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോ കോൺഗ്രസിനെയും BJPയും വേറെ വേറെ കാണാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നരേന്ദ്രമോദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുക. 68 ഉന്നത നേതാക്കളാണ്, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ കടന്നുകൂടിയിരിക്കുന്നത്. അതിൽ 8 പേര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. അധികം ഒന്നും ഞാൻ പോണില്ല. UP-യിലേക്കും SP-യിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ കേരളത്തില് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അഭിമാന സ്തംഭമായിരുന്ന അജിത് കുമാർ ആസാദ് അന്നും ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു പേരുണ്ട്, K. കരുണാകരൻ. ആ മനുഷ്യന് പകരം വയ്ക്കാൻ എന്റെ രാഷ്ട്രീയ പാഠത്തില് മറ്റൊരു പേരെനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ, ആ കോൺഗ്രസ് തറവാട്ടിലെ ആ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മകള് പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയിരിക്കുന്നു. എയും ഐയും ഉണ്ടാക്കി കേരളത്തെ നാമാവിശേഷമാക്കി, കോൺഗ്രസിനെ ഒരു കാലത്ത് നാമാവിശേഷമാക്കി പിന്നീട് കെട്ടിപ്പടുത്ത AK ആന്റണിയുടെ പുന്നാരമോൻ BJPയിൽ എത്തിയിരിക്കുന്നു. ഇല്ലേ? കണക്ക് ഞാൻ വെക്കണോ? ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. കണക്ക് വേണോ? മറ്റേ സൈഡ് ഒന്ന് നോക്ക്. കൊടുക്കൽ വാങ്ങല. BJPക്കാരെ ഇങ്ങോട്ട് കയറ്റും, കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് കയറ്റും. കുറച്ച് കഴിയുമ്പോ ഭായി ഇവരങ്ങോട്ട് യോജിക്കും. സന്ദീപ് വാര്യർ എങ്ങനെയാണോ കോൺഗ്രസിലെത്തിയത്? പ്രസംഗങ്ങളിലൊക്കെ മുസൽമാന്
അവരുടെ അഭിമാനത്തെ നിലത്തിട്ട് ചവിട്ടി അരച്ച് സന്ദീപ് വാര്യരെ നിങ്ങൾ എപ്പോഴാണോ മാമോദിസ വെള്ളം മുക്കിച്ചത്? ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ എന്തുമാവാം. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയം. അത്ഭുതപ്പെടാനുണ്ടോ? KPCCയുടെ പ്രസിഡന്റ് പറയുന്നത് എന്താ? കണ്ണൂരിൽ RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട്. പോരെ പോരെ KPCCയുടെ പ്രസിഡന്റ് മഹാന്മാരായ നേതാക്കൾ ഇരുന്നരുളിയ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന നേതാവ് പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ അനുയായി പറയുന്നത്, ഞാൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. പോരെ പൂരം? ഇനി എന്തെങ്കിലും നമുക്ക് കേൾക്കേണ്ടതുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ വേണമെങ്കിൽ BJP-യിൽ പോകും. I am going to BJP. ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു KPCCയുടെ അധ്യക്ഷനാ പറയുന്നേ. ഒരു ചെറു വിരലനക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചോടോ? ഒരു ചെറു വിരലനക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് സാധിച്ചോടോ? ആ BJP-യുമായിട്ടാണ് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത്, സംസ്ഥാനത്ത് ഞങ്ങൾ ഭായി കൊടുക്കൽ വാങ്ങൽ നടക്കുക. സമയമുണ്ടെങ്കിൽ കുറച്ചു കാര്യത്തിലേക്ക് കൂടെ ഞാൻ വരും, തെളിവ് സഹിതം വരും. അത് കോൺഗ്രസിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്കറിയോ, നമുക്കൊരു കാലമുണ്ടായിരുന്നു കൊടുക്കൽ വാങ്ങലുകളുടെ കാലം. മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും പാഴ്സനും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. എപ്പോഴാ നമ്മുടെയൊക്കെ മനസ്സുകൾ തമ്മിൽ അകലാൻ തുടങ്ങിയത്? എപ്പോഴാ? നമ്മുടെയൊക്കെ അയൽപക്കത്തുള്ള വീടുകള്, ആ വീട്ടിൽ അരി അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അരി ആ വീട്ടിലേക്ക് എത്തും. അത് മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് നോക്കിയിട്ടല്ല, സ്നേഹം കൊണ്ട് വിളക്കി ചേർത്ത ബന്ധങ്ങളായിരുന്നു നമ്മുടെയൊക്കെ മനുഷ്യർ തമ്മിലുണ്ടായിരുന്നത്. ഇപ്പോഴോ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ ഒരാൾ പോകുന്നെങ്കിൽ ഉടനെ നോക്കുന്നത് അതിന്റെ ഡ്രൈവർക്ക് താടിയുണ്ടോ, തൊപ്പിയുണ്ടോ, അല്ല കുറി വലിച്ചിട്ടുണ്ടോ എന്നാ. രണ്ട് വാഹനങ്ങളിൽ റോഡിൽ വെച്ച് കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കൂടുന്നവർ ആദ്യം നോക്കുന്നത് നമ്മളാളാണോ അവന്റെ ആളാണോ എന്നാ. ഇത് എപ്പോഴാണോ ആരംഭിച്ചത്? നിങ്ങളുടെ തൊട്ടടുത്ത മധൂർ വിനായക ക്ഷേത്രം ഇല്ലേ? ആ മധൂർ ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ ഒരൊറ്റ മുസ്ലിം കുടുംബത്തിനെ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും വിറ്റൊഴിഞ്ഞു പോയി. അങ്ങ് മാലിക് ദിനാറിലേക്ക് പോയി. യൂനുസ് തളങ്കരയുടെ നാട് മാലിക് ദിനാറിന്റെ ചുറ്റുവട്ടത്ത് എത്ര നായർ കുടുംബങ്ങൾ ഉണ്ടായിരുന്നെന്നറിയോ? ഒരൊറ്റ ഹൈന്ദവ കുടുംബം മാലിക് ദിനാറിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നില്ല. എന്താ കാരണം? കിട്ടിയ വിലക്ക് വിറ്റിട്ട് പോയി. എന്റെ വീടിന് തൊട്ടടുത്തുള്ള മല്ലം ക്ഷേത്രം, അതിന്റെ ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ തന്നെ വിറ്റിട്ട് പോയി. നമ്മളൊക്കെ അകന്നുകൊണ്ടിരിക്കുക. മനുഷ്യര് തമ്മിൽ അകന്നുകൊണ്ടിരിക്കുക. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മെ ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോരാടേണ്ടത്. എപ്പോഴാ ഇതുണ്ടായത്? അജിത് കുമാർ ആസാദിനോട് ഇനി ഇന്ത്യയുടെ ഒരു ചരിത്രം എഴുതണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ എഴുതുക എന്താണെന്നറിയോ? ബാബറി മസ്ജിദിന് മുൻപുള്ള ഇന്ത്യ, ബാബറി മസ്ജിദിന് ശേഷമുള്ള ഇന്ത്യ. ബാബറി മസ്ജിദിന് മുൻപുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു നമുക്ക്. സമാധാനത്തോടും സഹവർത്തിത്വത്തോടും കൂടെ ജീവിച്ച ഒരു നാട് ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഭാരതം? എന്റെ RSSന്റെ സഹോദരങ്ങളോട് എന്താണ് ഭാരതം എന്ന് ചോദിച്ചാൽ ഉടനെ അവര് പറയും ശ്രീരാമചന്ദ്രന്റെ സഹോദരൻ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഭാരതം ഉണ്ടായത് എന്ന് പറയും. അറിയോ? എന്നാ ഞാൻ പറയുന്നു. എന്നാൽ അജിത് കുമാർ ആസാദ് പറയുന്നു, ശ്രീരാമചന്ദ്രന്റെ അനുജൻ ഭരതൻ ഭരിച്ചത് കൊണ്ടല്ല ഈ രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നത്. മഹത്തായ സിന്ധു നദിയുടെ സംസ്കാരം, അതിൽ നിന്നല്ല ഭാരതം എന്ന പേര് വന്നത്. ഇന്ന് ഇന്ത്യയെ മാറ്റി ഈ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാക്കിയിരിക്കുന്നു. PDPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ
ഭാരതവും ഞങ്ങൾക്ക് ഒന്നാണ്. ഭാരതാംബയ, ഒരു സംശയവും വേണ്ട. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാരതം എന്ന മൂന്നക്ഷരം അജിത് കുമാർ ആസാദ് പഠിച്ച വേദത്തിലെ ഋഗ്വേദത്തിൽ പറയുന്നു. ഭാരതം ഭാഭാതി സർവശാസ്ത്രേഷു രതി സർവജന്തുഷു തരണം സർവലോകേഷു തേ ഭാരത ഉച്യതേ. മനസ്സിലായോ? ഭാഭാതി സർവശാസ്ത്രേഷു, സർവശാസ്ത്രങ്ങളിലും ശോഭിക്കുന്നതാണ് ഭാരതം. രതി സർവജന്തുഷു, സർവജന്തുക്കൾക്കും സർവചരാചരങ്ങൾക്കും ക്ഷേമം പ്രേമം അഥവാ കാമമുളവാക്കുന്നതാണ് ഭാരതം. തരണം സർവലോകേഷു, കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, കാസർഗോഡിന് മാത്രമല്ല, ബദിയടുക്കയ്ക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തം ക്ഷേമമുളവാക്കണമെന്ന് ഉച്ചയുസ്തരം ഘോഷിക്കുന്ന ഈ ഭാരതാംബയുടെ മണ്ണിലാണോ ഇവിടെ മനുഷ്യനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നറിയുമ്പോ അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ ചങ്കൂറ്റമുള്ള നേതാക്കന്മാരുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഭയാനകമായ വിഷയം. ഏറ്റവും ഭയാനകമായ വിഷയം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്ത് 2 സീറ്റ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു ചരിത്രത്തില്. അത് 8ആയി. ഒരു 13-ാം തീയതി വന്നപ്പോ അവർ ഈ രാജ്യത്തിന്റെ അധികാര സിംഹാസനത്തിലേക്ക് കടന്നു വന്നു. വാജ്പേയി, ഭാരതീയ ജനതാ പാർട്ടിയുടെ വാജ്പേയി. എങ്ങനെയാ വന്നതെന്നറിയോ? എങ്ങനെയാ വന്നതെന്നറിയോ? കേവലം 2-ൽ നിന്ന് 8-ലേക്കും 8-ൽ നിന്ന് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ സിംഹാസനത്തിലേക്കും ഭാരതീയ ജനതാ പാർട്ടി കടന്നു വരുന്നത് ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തെ ആളിക്കത്തിച്ചുകൊണ്ടാ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തിൽ എന്ത് സംഭവിച്ചു? രാമക്ഷേത്രം നിർമ്മിച്ചില്ലേ? 24 ക്യാരറ്റ് ഹൈന്ദവൻ എന്ന അഭിമാനത്തോടുകൂടെ പറയുന്ന അജിത് കുമാർ ആസാദ് ചോദിക്കുന്നു, അയോധ്യയിൽ ബാബറി മസ്ജിദ് പണിതത് കൊണ്ട് അജിത് കുമാർ ആസാദിന് എന്തു ഗുണം? എന്റെ സമുദായത്തിന് എന്തു ഗുണം? ഈ സമൂഹത്തിന് എന്തു ഗുണം? പാവപ്പെട്ട ഭാരതത്തിലെ മനുഷ്യരെ തമ്മിലടുപ്പിച്ചിട്ട് അവരുടെ ജീവിതം കുളം തോണ്ടിയപ്പോ എന്ത് ഗുണമാണോ നിങ്ങൾക്ക് കിട്ടിയത്? പറ. എന്നിട്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു വിധിയുമായിട്ട് വന്നു. മനസ്സുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത്, യഥാരൂപത്തിൽ, യഥാകോലത്തില് അതേ സ്ഥാനത്ത് പുനർനിർമ്മിച്ചാൽ അല്ലാതെ ഈ രാജ്യത്തിന്റെ നിർഗന്ധലയിൽ വീണ ആ കറ തേച്ചു മാച്ചു കളയാനാവില്ല. ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഭാരതാംബയുടെ ശിരസ് താണത് ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടെയാ. ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടെയാ. ആ ബാബറി മസ്ജിദില് ഒരു സമുദായം 4.5 നൂറ്റാണ്ടുകാലം ജഗന്നയന്താവായ സർവേശ്വരന് സുജൂദ് ചെയ്ത ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ആരാധനാലയം പൊളിച്ച് അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന് നിങ്ങൾ ഗർഭഗൃഹമൊരുക്കിയാൽ അജിത് കുമാർ ആസാദ് വിശ്വസിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ ഗർഭഗൃഹത്തിൽ ഇരിക്കൂല. കാരണം ലോകഭൂമാനായ ശ്രീരാമചന്ദ്രൻ BJP-യുടെ കൊടിക്കൂറയിൽ നിൽക്കേണ്ടയാളല്ല ശ്രീരാമചന്ദ്രൻ. ചുരുക്കരുത് ഭഗവാനെ, ചുരുക്കരുത്. നിങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ നിങ്ങൾ ശ്രീരാമചന്ദ്രനെ ഉപയോഗിച്ചു. നിങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ നിങ്ങൾ ഈ പച്ച പാവം മനുഷ്യരുടെ, പട്ടിണി പാവങ്ങളുടെ വികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചു. ഗാലൻ കണക്കിന് രക്തപ്പുഴ ഒഴുക്കി, കബന്ധങ്ങൾ കുന്നുകൂട്ടി. രാമജന്മഭൂമിയുടെ പേരില് ഏത് ഗംഗയിൽ മുങ്ങിയാലാണോ ഇതിനൊക്കെ, ഈ പാപത്തിനൊക്കെ പരിഹാരമാവുക? പറ്റുമോ? ഒരു ഗംഗയിൽ മുങ്ങിയാലും ആവൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ BJP എന്നതിനേക്കാൾ കൂടുതൽ നരസിംഹറാവു എന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു. BJP എന്ന് മാത്രം ഞാൻ പറയില്ല. 27 ഭാഷകൾ അറിയാമായിരുന്ന ഒരു മനുഷ്യൻ
നരസിംഹറാവു ഒരു ഭാഷയിലെങ്കിലും അരുത് എന്ന് പറഞ്ഞൂടെ എന്ന് പണ്ട് മഹദനി ചോദിച്ചിരുന്നു. ഒരു ഭാഷയിലെങ്കിലും പറഞ്ഞോ? അന്ന് തുടങ്ങിയതാണ് ഈ രാജ്യത്തിന്റെ കഷ്ടകാലം. ആ ബാബറി മസ്ജിദ് തുറന്ന് ഇങ്ങോട്ട് നിങ്ങൾ നോക്കൂ, അധികാരത്തിൽ വന്ന BJP. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ഇലക്ഷൻ, കർണാടക ഇലക്ഷൻ വന്നു. കർണാടക ഇലക്ഷൻ വന്നപ്പോ നമ്മൾ കേൾക്കുന്നത് ഗോവധ നിരോധന നിയമം വരാൻ പോകുന്നു. അടുത്ത ഇണ്ടാസ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒന്ന് ജയിക്കണ്ടേ? മാംസ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്, ഹിന്ദുക്കളല്ല. ഇത് വെച്ചൊരു കളി കളിച്ച കർണാടകയും തമിഴ്നാടും ഇങ്ങ് പോരും. അങ്ങനെ ഗോവധ നിരോധന നിയമം. എടോ, അജിത് കുമാർ ആസാദ് ഹിന്ദുവാ, പശു കാമധേനുവാ, പശുവിനെ അമ്മയെ പോലെ ആരാധിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം സാരി ഉടുപ്പിച്ച് ബ്ലൗസ് ഇടിപ്പിച്ച് നടത്തണമെന്നല്ല, അതിനെ ആരാധിക്കണമെന്ന. പശു കാമധേനുവാണ്, മാതാവാണ്. ഈ പതിയെടുക്കെ ഈ റോഡിലൂടെ ഒരു പശു ആ റോഡ് കവർ ചെയ്യുമ്പോ ഒരു പാണ്ടിലോറി അങ്ങ് കടന്നുപോയി ആ പശുവിനെ ഇടിച്ചിട്ടു എന്ന് കരുതുക. അവിടെ കടന്ന് പൊട്ടി വീർത്ത് നാറ്റം വരുമ്പോ പഞ്ചായത്ത് ഇടപെട്ട് മാറ്റുന്നതല്ലാതെ ആ മാതാവിനെ ഒന്ന് എടുത്തു മാറ്റാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? മാതാവാണ് പോലും മനുഷ്യരെ തമ്മിലെടുപ്പിക്കാൻ. അതും കഴിഞ്ഞു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാരും ഗോ മാതാവ് എന്നുള്ളത് മറന്നു. അത് കഴിഞ്ഞിതാ വരണു ഏക സിവിൽ കോഡ്. റെഡിയാക്കും, ഇപ്പൊ കൊണ്ടുവരും ഏക സിവിൽ കോഡ്. അടുത്ത തെരഞ്ഞെടുപ്പ് എവിടെ? ഗുജറാത്തിലും UP-യിലും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതിൽ ജയിക്കണമെങ്കിൽ അടുത്ത പൊടിക്കൈ വേണം. അവിടെ കൊണ്ടുവന്നു നമ്മുടെ അമിത് ഷാ ഏക സിവിൽ കോഡ്. എന്താ ഏക സിവിൽ കോഡ്? ഇപ്പോഴും പലർക്കും അറിയൂല. ഏക സിവിൽ കോഡ് എന്ത്? ഇത് അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എച്ചിൽ കഷണം അല്ല. BJP പറയുന്നു രാജ്യത്ത് ഏക ക്രിമിനൽ കോഡ് നിലനിൽക്കുന്നു, ഏക സിവിൽ കോഡും ഉണ്ടാവണം. ഞാൻ പറയുന്നു ഇല്ല, ഈ രാജ്യത്ത് ഏക ക്രിമിനൽ കോഡ് അല്ല. ഏക ക്രിമിനൽ കോഡാണെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാനത്തിനും ഒരൊറ്റ നിയമം വേണ്ടേ? ക്രിമിനൽ നിയമം വേണ്ടേ? നമ്മുടെ ബദിയടുക്കത്തുള്ള ബീവറേജിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് മദ്യം വാങ്ങി കഴിച്ചൂടെ? വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ പൊട്ടിച്ചിട്ട്? പക്ഷെ കർണാടകത്തിൽ പറ്റൂല. പറ്റുമോ? പറ്റൂല. തമിഴ്നാട്ടിൽ പറ്റൂല. അവിടെ രണ്ട് നിയമമാണ്. ഏകമാണെങ്കിൽ മദ്യത്തിന്റെ കാര്യത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരൊറ്റ നിയമമാവണം. ഈ പറയുന്ന ഗോവധ നിരോധന നിയമം കേരളത്തില് പശുവിനെ കൊല്ലാൻ പറ്റൂലേ? ബീഫ് കഴിക്കാൻ പറ്റൂലേ? ഗോവധത്തെ നിരോധിച്ച സംസ്ഥാനങ്ങളുണ്ട്. എവിടെയാണോ ഏക ക്രിമിനൽ കോഡ്? എവിടെയാ? ആരെയാ നിങ്ങൾ പറ്റിക്കണേ? നേരെ തിരിഞ്ഞൊന്ന് നോക്ക്. ഏക സിവിൽ കോഡ് ഇല്ല എന്നല്ലേ പറയുന്നത്? ഗോവയിൽ വർഷങ്ങളായിട്ട് ഏക സിവിൽ കോഡ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ ഗോവക്കാര്. അതെടുത്ത് കളയണമെന്ന് ആവശ്യപ്പെടുന്നവരാ ഗോവക്കാര്. പഠിച്ചിട്ടില്ല. ആസാമില് ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ മതനിയമങ്ങൾ വരുന്നുണ്ട്, അതിൽ വിവാഹ നിയമങ്ങൾ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു RSSന്റെ നേതാവ് പ്രസംഗിക്കുക, ഇവന്മാർ 5 കെട്ടിക്കുന്നത് നമ്മൾ നിർത്തും, നമ്മൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരും, ഇച്ചാമാർ 5 കെട്ടുന്നതൊന്ന് കാണട്ടെ. എടോ, ഇസ്ലാമിൽ എവിടെയെങ്കിലും 5 കെട്ടാന്ന് പറയുന്നുണ്ടോ? അതിനൊക്കെ വ്യക്തമായ രീതികളുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടാന്നൊന്നും ഇസ്ലാം പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പല BJP നേതാക്കളുടെയും പ്രസംഗത്തിന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് 5 കെട്ട. അങ്ങനെയല്ലല്ലോ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിവാഹ നിയമം ഏക സിവിൽ കോഡ് നരേന്ദ്രമോദി നടപ്പിലാക്കി എന്ന് കരുതുക. സപ്പോസ് വിവാഹ നിയമത്തിൽ ഏത് നിയമമാണ് നിങ്ങൾ ഏക സിവിൽ കോഡിൽ കൊണ്ടുവരിക?
അജിത് കുമാർ ആസാദിന്റെ സമുദായത്തിന്റെ നിയമമല്ല നായർ സമുദായത്തിന്റെ വിവാഹ നിയമം. നായർ സമുദായത്തിന്റെ വിവാഹ നിയമമല്ല ഈഴവ സമുദായത്തിന്റെ വിവാഹ നിയമം. ബ്രാഹ്മണരുടെ വിവാഹ നിയമം, യുപിയിലെ യാദവരുടെ വിവാഹ നിയമം, കർണാടകയിലെ വിവാഹ നിയമം വ്യത്യസ്തമാണ്. നിങ്ങൾ ഏത് നിയമമാണ് ഏകമാക്കാൻ പോകുന്നത്? ഇവിടെ നമ്മള് എന്റെ പെങ്ങളുടെ മകൾ, ആ മകൾക്ക് ഞാൻ അമ്മാവനാണ്. തമിഴ്നാട്ടിലേക്ക് പോയാൽ മുറൈ മാമനാണ്. എങ്ങനെ നിങ്ങൾ ഒന്നിപ്പിക്കും? ഇത് ആരെയാ നിങ്ങൾ പറ്റിക്കണേ? ഓരോന്നോരോന്ന് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. സിവിൽ നിയമങ്ങൾ ഓരോന്നോരോന്നെടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് ഏകമാക്കാൻ പറ്റുമോ? കേരളത്തെ വിവാഹ നിയമം എടുത്താൽ നിങ്ങളെ മറ്റേ ഗുജറാത്തുകാർ വിടുവോ? യു പി വിടുവോ? ഭൂരിപക്ഷ സീറ്റുകളുള്ളത് എവിടെയാ? യു പിയിലും മധ്യപ്രദേശിലും. അപ്പൊ നിങ്ങൾ യു പിയിലെയും മധ്യപ്രദേശിലെയും വിവാഹ നിയമം എടുക്കൂലേ? നിങ്ങളെ കേരളത്തെ സതീശൻ വിടുവോ? സുധാകരൻ വിടുവോ? ഇവിടുത്തെ ഈഴവര് വിടുവോ? ഇവിടുത്തെ നായർ വിടുവോ? ഇവിടുത്തെ നമ്പൂരി വിടുവോ? ആരെയാണോ പറ്റിക്കുന്നേ? ആരെയാ പറ്റിക്കുന്നേ? മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടുത്തെ പാണനെയും പറയനെയും പുലയനെയും വിശ്വകർമ്മജനെയും മനുഷ്യരാശിയെ മൊത്തം അപമാനിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഏക സിവിൽ കോഡിനെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, യൂനുസൊക്കെ പറയും പോലെ ഖിയാമത്ത് നാൾ വരെ ഇത് നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവരെടുത്തോണ്ട് വരും. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് പാവപ്പെട്ട ഹിന്ദു വിഭാഗത്തിന്റെ ബ്ലഡ് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന് കൂട്ടി വായിക്കാൻ അറിയാത്ത പട്ടിണി പാവങ്ങളെ ജാതിയും മതവും വർഗവും വർണ്ണവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിക്കാനാകും. പക്ഷെ കേരളത്തിലെ മനുഷ്യരെ, ബുദ്ധിയുള്ളവരെ, വിദ്യാഭ്യാസമുള്ളവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കാലുറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സീറ്റ് നേടാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. കിട്ടിയ സീറ്റ് പോലും ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതാ ഇടതുപക്ഷം കേരളത്തിലെ. ആ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമാണോ ഈ കേരളം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്? അതറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്? ചുമ്മാതല്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഞങ്ങൾ ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലേ? എടോ, ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനമെങ്കിൽ 85% ദളിതനും പിന്നോക്കക്കാരനും ഹൈന്ദവനും ഈഴവനും പുലയനും പറയനുമുള്ള ഈ സംസ്ഥാനത്ത് 10% ഹിന്ദുക്കളെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? പറ. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഭരിക്കേണ്ടത് ആരാ? ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ തന്നെ ഹൈന്ദവരെന്ന് പറഞ്ഞ് BJPയുടെ പൊറാട്ട് നാടകത്തിൽ പെട്ടുപോയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഭരിക്കേണ്ടത് പിണറായി വിജയനല്ല, BJP ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച്.
ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോട് ചോദിക്കുന്നു, മഹാഭൂരിപക്ഷം ഹൈന്ദവരുള്ള കേരളത്തിൽ എന്തേ നിങ്ങൾക്കൊരു നിയമസഭാ സീറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല? ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി പോലും കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് കുത്തണ്ടി വന്നു. തൃശൂർ പൂരം നിങ്ങൾക്ക് കലക്കണ്ടി വന്നു. അതേക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവരുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നറിയോ? രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസിലല്ല, BJPയിലല്ല. ഏറ്റവും കൂടുതൽ ഹൈന്ദവ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ തകർച്ച BJPക്ക് വഴിയൊരുക്കി കൊടുക്കുമെന്ന കൃത്യമായ വീക്ഷണം ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷത്തിന്റെ തകർച്ച ഇവിടുത്തെ സാമുദായിക ഐക്യത്തെ തകർക്കുമെന്ന കൃത്യമായ വീക്ഷണം ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങൾ പഠന വിഷയമാക്കി പഠന വിധേയമാക്കി കണ്ടെത്തിയ കാര്യമാണ്. PDP അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ നിശ്ചയിച്ചു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ അതിന്റെ ഒരു സർവേ നടത്തി. ഞങ്ങൾക്ക് മനസ്സിലായത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമില്ലാതാവുന്നതോടുകൂടി അമിത്ഷായെ പോലെയുള്ളവർ ഇവിടെ കൂടുകെട്ടി വരും. കേരളത്തിന്റെ തലവര മാറ്റും. അവിടെയാണ് കാലത്തിന്റെ ചുവരെഴുത്തുകളെ കണ്ട് ഇടതുപക്ഷത്തിന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ കൊടുക്കുന്നത്. എന്നാൽ ആ പിന്തുണ എല്ലാത്തിനുമുള്ള പിന്തുണയാണെന്ന് ആരെങ്കിലും ധരിച്ചു പോവരുത്. തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, തെറ്റുകളെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും. അപ്പോഴും ഇടതുപക്ഷം നശിക്കരുത്, ഇടതുപക്ഷത്തിന് പോറലുണ്ടാവരുത്, ഇടതുപക്ഷം നിലനിൽക്കണം. ഇത് തന്നെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തീരുമാനം. പിണറായി വിജയനെ ഓരോ ദിവസവും യൂട്യൂബിലും FBയിലും ഇട്ട് അലക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കാണാറുണ്ട്. പിണറായി വിജയന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ പിണറായി വിജയന്റെ വക്കീലൊന്നുമല്ല ഞങ്ങള്. പക്ഷെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഓഖിയുടെ കാലത്ത്, ഈ കഴിഞ്ഞ നിപയുടെ കാലത്ത്, ഈ കഴിഞ്ഞ കൊറോണയുടെ കാലത്ത്, ഈ കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ എന്താകുമായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇടത്തോട്ട് പോകാൻ സുധാകരൻ പറയുമ്പോ വലത്തോട്ട് പോയിരുന്ന സതീശനും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ പറ്റുമായിരുന്നോ? എയും ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ അതിന്റെ ഒക്കെ പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടന്നവർക്ക് കൊറോണ സമയത്ത് ഈ നാട്ടുകാരെ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിക്കുമായിരുന്നോ? ഞങ്ങൾ വിശ്വസിക്കുന്നു സാധിക്കുമായിരുന്നില്ല. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കൃത്യമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പരിണിത പ്രജ്ഞനായ ഒരു നേതാവിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. നാളെ എനിക്കെതിരെ ട്രോള് വരും, എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വിഷയമല്ല. ട്രോളിനെ പേടിക്കുന്നവരല്ല PDPക്കാര്. പറയാനുള്ളത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് പോയ ചരിത്രം ഞങ്ങൾക്കുള്ളൂ. എല്ലാ മഴക്കാലത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹംസക്കുണ്ട്, ബാവാക്കുണ്ട്, റോഡുകളാകെ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഏതെങ്കിലും ഒരു റോഡില് വാഴ നടേണ്ട സാഹചര്യം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായോ? ഉണ്ടായില്ല. ദേശീയ സർക്കാർ ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കുകയാണ് ഒരു സംസ്ഥാനം. പിടിച്ചു നിൽക്കുക. പണ്ട് പ്രളയമുണ്ടായപ്പോ നരേന്ദ്രമോദിജി ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇങ്ങനെ ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നു. അന്ന് എന്റെ FB വാളിൽ ഞാൻ എഴുതി, ശ്രദ്ധിക്കണം, നോക്കുകൂലി കൊടുക്കേണ്ടി വരും, നോക്കുകൂലി കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വന്നില്ലേ? തന്ന റേഷന്റെ പണം പോലും തിരിച്ചു പിടിച്ചില്ലേ? ഫ്രീ ആയിട്ട് കൊടുക്കാൻ തന്ന റേഷന്റെ പണം പോലും പ്രളയകാലത്ത് തിരിച്ചു പിടിച്ച ഒരു ഗവൺമെന്റ്. വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വന്നു, നമ്മളൊക്കെ സന്തോഷിച്ചു. കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട പ്രവർത്തകർ, നേതാക്കള്, ഇവിടുത്തെ സാധാരണക്കാരൻ വലിയ ഷൂസും വാങ്ങി ജാക്കറ്റും ഇട്ട് വയനാട്ടിൽ പോയിട്ട് പാവപ്പെട്ടവരോട്
ചേർന്ന് നിന്നു. നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു വയനാടിനെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു നയ പൈസ പ്രധാനമന്ത്രി വന്ന് മൊത്തം ഓടി നടന്ന് കണ്ട് കെട്ടി പിടിച്ച് കരഞ്ഞ് പുഞ്ചിരിച്ച് തിരിച്ചു പോയിട്ട് ഒരു നയ പൈസ ഈ സംസ്ഥാനത്തിന് തരാമായിരുന്നല്ലോ. കേരളം എന്താ ഇന്ത്യയിലല്ലേ? കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒറ്റ കാരണമുള്ളൂ. കേന്ദ്രം തരാതിരിക്കുമ്പോഴും കേരളത്തിലെയും വിദേശത്തുമുള്ള മലയാളികള് കൈ അയച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദിവസങ്ങൾ കൊണ്ട് കോടികൾ എത്തിച്ചു. അവർക്കൊന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. യു പിക്കാർക്കും ഡൽഹിക്കാർക്കും എം പിക്കാർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ഇത് മതി, ശരി, നിങ്ങളങ്ങ് നടത്തി കാണിക്ക്, ഞങ്ങളൊന്ന് നോക്കട്ടെ. അങ്ങനെ വെള്ളിയേട്ടൻ അവിടെ ഇരിക്കുമ്പോ BJP-കാരൻ സപ്പോർട്ട് ചെയ്യുകയാണ്. സ്വന്തം സഹോദരങ്ങളുടെ കണ്ണീര് കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ അങ്ങനെ നിന്നാൽ വഴി മാറിപ്പോകും. അതും അങ്ങോട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പൗരത്വ വിഷയം ഇങ്ങനെ മാറി നിൽക്കുമ്പോ ദാ വരണു ശബരിമല. ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ ചാടി വീണു BJP. സത്യത്തിൽ എന്തായിരുന്നു ശബരിമല വിഷയം? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവാം എന്ന് സുപ്രീം കോടതി ഓർഡർ ഇട്ടു. ആരാ? അബ്ദുൽ നാസർ മദനിയാണോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് പറഞ്ഞത്? പിണറായി വിജയനാണോ ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞത്? VD സതീശനാണോ? സുധാകരനാണോ? അല്ല. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഡൽഹി കോടതിയെ സമീപിക്കുന്നത് BJP-യുടെ പോഷക സംഘടനയുടെ 3 വനിതാ അഡ്വക്കേറ്റുമാരാണ്. ആ കേസാണോ സുപ്രീം കോടതി വിധി പറഞ്ഞത്. വിധി വന്ന് ആദ്യ മിനിറ്റിൽ കേരളത്തിന്റെ BJP-യുടെ നേതാവ് സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിൽ വാളിൽ എഴുതി അതിനെ സ്വാഗതം ചെയ്തു. പിറ്റേ ദിവസമാണിത് കലക്കവെള്ളമാണ്, ഒന്ന് മീൻ പിടിച്ച് കളയാമെന്നങ്ങ് കരുതി. പിറ്റേ ദിവസം മുതൽ വിശ്വാസത്തിന്റെ പാതയിലായി BJP. വിശ്വാസികളോടൊപ്പമായി BJP. NSS-നെ ഒക്കെ ഒപ്പം കൂട്ടി നാമജപ ഘോഷയാത്ര നടത്തി BJP. ആരുടെ മുൻപില്? നമ്മുടെ മുൻപില്. അജിത് കുമാർ ആസാദിന്റെ സമുദായം, ഇവിടുത്തെ പാവപ്പെട്ടവനുമൊക്കെ ശബരിമല ധർമ്മശാസ്താവിന് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രവുമായിട്ട് പോകുമ്പോ 41 ദിവസക്കാലം കഠിനമായ വ്രതം നോറ്റ് നഗ്നപാതനായി സഞ്ചരിച്ച് 41 കഴിഞ്ഞ ഗുരുസ്വാമിയുടെ കൈകൾ കൊണ്ട് ഇരുമുടിക്കെട്ട് മുറുക്കി തന്നു കഴിയുമ്പോ ഞങ്ങളൊക്കെ ശബരിമലയിലേക്ക് പോവുക. ശബരിമല വിഷയത്തില് സമരം ശക്തമായി വന്നപ്പോ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏഷ്യാനെറ്റിൽ നോക്കുമ്പോ കാണുന്നത് ശശികല ടീച്ചർ ശബരിമലയിലെത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ അതിന് മുൻപ് ശശികല ടീച്ചർ ശബരിമലയിൽ പോയിട്ടില്ല, അതിനുശേഷവും ശശികല ടീച്ചർ ശബരിമലയിൽ പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിറ്റേ ദിവസം ചാനലിൽ വരുന്നു BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമലയ്ക്ക് പോയിരിക്കുന്നു. ഒരു വ്രതവും വേണ്ട, ഒരു ഇരുമുടിക്കെട്ടും മുറുക്കണ്ട, എവിടുന്ന് ഒരു മുടിക്കെട്ടും കൊണ്ട് നേരെ ശബരിമല കയറി. അവിടുന്ന് പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞപ്പോ ഇരുമുടിക്കെട്ടെടുത്ത് ഒറ്റ കയറ പോലീസ് സ്റ്റേഷനിലെ കസേരയിലേക്ക്. ഭക്തൻ, അയ്യപ്പ ഭക്തൻ. അത് കണ്ട് DYSP ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ ഇരുമുടിക്കെട്ടിനെ എടുത്ത് സുരേന്ദ്രന്റെ കയ്യിലോട്ട് കൊടുത്തു. ഇപ്പുറത്ത് കിടന്ന കസേരയിലേക്ക് അതിനെ എടുത്തിട്ടു സുരേന്ദ്രൻ. ഇതൊക്കെ ചാനലുകൾ കാണിച്ചതാ. എത്രത്തോളം നമ്മെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവസാനം സമ്മതിച്ചു, ശബരിമല വിഷയം കൊള്ളാമായിരുന്നു, പക്ഷെ ലാഭം കിട്ടിയത് നമുക്കല്ല, കോൺഗ്രസിനാ. ലാഭം കിട്ടിയത് കോൺഗ്രസിനാ. അപ്പൊ ഞങ്ങളെ ഇളക്കാൻ ശ്രമിച്ചു. നാണം ഉണ്ടോടോ? ഉണ്ടോ? അത് കഴിഞ്ഞു വരുമ്പോ ദാ വരണു ഹലാൽ ഭക്ഷണം. കേരളത്തിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒന്നങ്ങ് തമ്മിൽ തല്ലിച്ചിട്ട് 1-2 സീറ്റ് കിട്ടുമോ നോക്കാം. ഹലാൽ ഭക്ഷണം. മലപ്പുറത്തിന്റെ മണ്ണില് പെരുന്നാൾ കാലത്ത്, നോമ്പ് കാലത്ത് ഇതര മതസ്ഥർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. എന്തൊരു ബഹളായിരുന്നു. ഇപ്പൊ എവിടെയുണ്ട് ഹലാൽ ഭക്ഷണ വിവാദം? എവിടെയുണ്ട്? ഉണ്ടോ? കഴിഞ്ഞോ?
അത് കഴിഞ്ഞപ്പോ അതോടൊപ്പം വന്നു പശുവിന്റെ മാംസം. ഗോവധ നിരോധന നിയമം ആദ്യമായിരുന്നു, പിന്നെ പശു മാംസത്തിലേക്ക് വന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡില് അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഐതിഹാസികമായ ഒരു സ്വീകരണം ഒരുക്കി. മംഗലാപുരത്ത് നിന്ന് മഹദനി പുറപ്പെട്ട് കാസർഗോഡ് എത്തുന്നത് വരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹൈവേ മൊത്തം ബ്ലോക്കായി. കാസർഗോഡ് നഗരത്തിന് ജനങ്ങളെ ഉൾക്കൊള്ളാനാവാതെ പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു. കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ടം അത് അബ്ദുൽ നാസർ മദനിക്ക് സ്വീകരണം ഞങ്ങൾ ഒരുക്കിയ സ്വീകരണ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അബ്ദുൽ നാസർ മദനി ഒരു പ്രസംഗം നടത്തി. എന്താ അറിയോ പ്രസംഗം? നിന്റെയൊക്കെ അടുക്കളയിലേക്ക് ഫാസിസ്റ്റുകൾ കടന്നു കയറുന്ന ഒരു കാലം വരും. എപ്പോ? 10-25 വർഷങ്ങൾക്ക് മുൻപ് മഹദനി പറഞ്ഞ വാചകമാണോ നിന്റെയൊക്കെ അടുക്കളയിലേക്ക്. അന്ന് മഹദനിയെ തീവ്രവാദിയാക്കി, അന്ന് മഹദനിയെ മതമൗലികവാദിയാക്കി. ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വരെ പാവപ്പെട്ട വീടുകളില് ഫ്രിഡ്ജിനകത്ത് ആടിന്റെ മാംസം ഉണ്ടെങ്കിൽ അത് പശു മാംസമാണെന്ന് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വീട്ടുടമയെ അടിച്ചു കൊല്ലുന്ന കാലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എടോ മഹദനി ഇത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാ. വർഷങ്ങൾക്ക് മുൻപ് പശുവിന്റെ കഥ. അതും അങ്ങോട്ട് കഴിഞ്ഞ് ദാ വരണു. എന്താ? ലവ് ജിഹാദ്. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. മുസ്ലിങ്ങൾ മൊത്തം ഇതര സമുദായത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് മതം മാറ്റുകയാണ്. അതിന്റെ പേര് ലവ് ജിഹാദ്. അപ്പൊ നമ്മുടെ അച്ഛന്മാരും അതിന്റെ കൂടെ അങ്ങോട്ട് കൂടിക്കൊടുത്തു. അച്ഛന്മാരിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒന്ന് കൂടിക്കൊടുത്തു. ഇപ്പൊ എവിടെയുണ്ടോ ലവ് ജിഹാദ്? കഴിഞ്ഞോ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ലവ് ജിഹാദ് കഴിഞ്ഞോ? ഇപ്പൊ മുസ്ലിം ചെറുപ്പക്കാരെ ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നില്ലേ? ക്രിസ്ത്യൻ ചെറുപ്പക്കാര് മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുന്നില്ലേ? അതിനൊന്നും ലവ് ജിഹാദ് എന്നല്ലേ പേര്? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് അടുത്ത സംഭവം. എന്താ? അതൊന്ന് കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്ക് വരുന്നു മണിപ്പൂർ കലാപം. മെയ്തികളും കുക്കികളും തമ്മിലുള്ള സംഘട്ടനം. ആരാ ഉണ്ടാക്കിയേ? നരേന്ദ്രമോദിയെ പോലെയുള്ള ബാഹുവായ 57 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു മനുഷ്യനും നിയന്ത്രിക്കാൻ പറ്റാത്തതാണോ ഒരു കൊച്ചു മണിപ്പൂര്? ഇന്ന് വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നോക്കിയിട്ടില്ല. എന്താ കാരണം? തെരഞ്ഞെടുപ്പാ. ഇതുവരെ പ്രധാനമന്ത്രി തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായ മണിപ്പൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതങ്ങട് കഴിഞ്ഞു. ദാ വരണു തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളി. ഞങ്ങളുടെ പണ്ട് ക്ഷേത്രമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ തൃശ്ശൂരിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ബൈ ഇലക്ഷൻ വന്നപ്പോ അവിടെയും കൊണ്ടിടുന്നത് ജനങ്ങളുടെ വിഷയമല്ല, പട്ടിണിയുടെ വിഷയമല്ല. അതിനു പകരം ആ പള്ളിയുടെ അടിയിൽ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഒരു കോല് കിടപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തൃശ്ശൂർ പള്ളി വേണ്ട, കഴിഞ്ഞു. അതങ്ങട് കഴിഞ്ഞപ്പോ ദാ വരണു എരുമേലിപ്പള്ളി. പാവപ്പെട്ട അയ്യപ്പ ഭക്തര് എരുമേലിയിൽ പേട്ട തുള്ളിയിട്ട് വാവര ദർശിച്ച് ശബരിമല ചവിട്ടുമ്പോഴാണ് അവർ സാർത്ഥരാവുക. തത്വമസി, നീ ഞാനാകുന്നു. ഇപ്പൊ പറയുന്നു എരുമേലിപ്പള്ളി ഞങ്ങളുടെ ക്ഷേത്രമാണ്. പോരെ പൂരം? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. ഇപ്പൊ മുണ്ടാട്ടമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് വരട്ടെ, നമുക്ക് നോക്കാം എന്താ വരികയെന്ന്. അതും അങ്ങോട്ട് കഴിയുമ്പോൾ ദാ വരണോ പൗരത്വ നിയമം. മുമ്പേ തുടങ്ങി വെച്ചതാ, ഇപ്പൊ പാസ്സാക്കാൻ പോണൂന്നാ പറയണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ രാജ്യത്ത് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ കരങ്ങളാൽ വിരചിതമായ ഒരു ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല?
ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് സാഹചര്യം ഒരുങ്ങുന്ന പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗരത്വം ഈ മണ്ണിൽ ജനിച്ചു വീണ മുഴുവൻ ആൾക്കാരും നമ്മുടെ ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്. ഒരു സംശയവും ആർക്കും വേണ്ട. അതിന് പാസ്പോർട്ടും വേണ്ട, അതിന് വിസയും വേണ്ട, അതിന് ID കാർഡും വേണ്ട, അതിന് ആധാർ കാർഡും വേണ്ട. ഭാരതാംബയുടെ ദുഃഖം നുകർന്ന് ഈ മണ്ണിലേക്ക് സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന്, സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന്, സ്വന്തം അമ്മച്ചിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ ഓരോ കുട്ടിയും ഭാരതീയനാണ്. അതാ PDPയുടെ വീക്ഷണം. അതാണ് PDPയുടെ വീക്ഷണം. അതും കഴിഞ്ഞ് ക്ലച്ച് പിടിച്ചില്ല. ദാ വരണ ഒരു പുതിയ സാധനം. എന്താ? വഖഫ് സ്വത്ത്. ഏറ്റവും അവസാനം ഇപ്പൊ ചർച്ച നടക്കുക. എവിടെ തുടങ്ങിയതാണ്? 992 ബാബരി മസ്ജിദ് തുടങ്ങിയിട്ട് ഇന്ന് എത്തി നിൽക്കുന്നത് മുനമ്പത്തെ വഖഫ് സ്വത്തിലാണ്. എന്താ വഖഫ് സ്വത്തിന്റെ വിഷയം? പറ്റിക്കല്ലേ നമ്മളെ? അജിത് കുമാർ ആസാദിന് വഖഫ് സ്വത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റൂല. ഞാനൊരു ഇസ്ലാമല്ല, ഒരു ഇസ്ലാം മതപണ്ഡിതനല്ല. പക്ഷേ അബൂബക്കർ സതീശൻ കാസ്മി ഫത്വ പുറപ്പെടുവിച്ചു. എന്താ ഫത്വ? അത് വഖഫ് സ്വത്തല്ല. തീർന്നില്ലേ? പരിപാടി കഴിഞ്ഞു. വഖഫ് സ്വത്തല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ ഹൈക്കോടതി, എറണാകുളം ഹൈക്കോടതി വർഷങ്ങൾക്ക് മുൻപ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വഖഫ് സ്വത്താണ്. 404.67 ഏക്കർ സ്ഥലം സത്താർ സേട്ടിന്റെ മരുമകൻ എഴുതി വെച്ചതാണ്. ആർക്ക്? കോഴിക്കോടുള്ള കോളേജിന്. നിങ്ങൾക്കറിയോ ഫാറൂഖ് കോളേജ്? ആരാണ് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് നിങ്ങൾക്കറിയോ? PDP ആണോ? CPM ആണോ? അല്ല. ഫാറൂഖ് കോളേജിന്റെ ഭരണം മുസ്ലിം ലീഗിനാണോ? ഫാറൂഖ് കോളേജിന്റെ ഭരണം മുസ്ലിം ലീഗിനാ. കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡ് ഭരിച്ചിട്ടുള്ളത് ആരാണെന്നറിയോ? AP വിഭാഗം അല്ലടോ. അതിപ്പോഴാ, ഈ അടുത്ത കാലങ്ങളിലാ. മുസ്ലിം ലീഗ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡ് ഭരിച്ച മുസ്ലിം ലീഗ് ഇന്ന് പച്ചയ്ക്ക് പറയാ അത് വഖഫ് സ്വത്തല്ലാന്ന്. നാണുണ്ടോ? നാണുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ആധികാരികമായ രേഖകളുണ്ട്. ഒരിക്കൽ വഖഫായത് എന്നും വഖഫാണ്. നിയമമാണ്. എന്നാ നിങ്ങൾ നിയമം മാറ്റ്. മറ്റൊരു സത്യം നിങ്ങൾക്കറിയോ? ആ സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത സ്ഥലം, നമ്മുടെ ഇവിടെയൊക്കെ നാട്ടില് ഒരു റോഡ്, ഒരു വീട്ടിലേക്ക് ഒരു റോഡില്ലെങ്കിൽ റോഡിന്റെ അവിടുന്ന് ഒരു 2 അടി വേണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ട കാലമാ. അതിനുവേണ്ടി കത്തിക്കുത്ത് നടക്കുന്ന കാലമാ. അതിനുവേണ്ടി വലിയ അക്രമങ്ങൾ നടക്കുന്ന കാലമാ. 5 രൂപയ്ക്ക് മനുഷ്യനെ പച്ചയ്ക്ക് കുത്തി കൊല്ലുന്ന കാലമാ. അവിടെ നിങ്ങൾ അറിയോ? 404.67 ഏക്കർ സ്ഥലം ഫാറൂഖ് കോളേജിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട്, വഖഫ് ബോർഡിന് കിട്ടിയിട്ട്, അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് വ്യക്തമായിട്ട് ആധാരത്തിൽ പറഞ്ഞിട്ട് ആ വഖഫ് സ്വത്ത് ക്രിസ്ത്യാനിയായ ഈ പറയുന്ന അബൂബക്കർ സതീശൻ കാസ്മിയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പോൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നു. ആര്? മുസ്ലിം ലീഗിന്റെ ഭരണത്തിലുണ്ടായിരുന്ന ഫാറൂഖ് കോളേജ്. എന്നിട്ടോ ഈ പോൾ എന്ത് ചെയ്യുന്നു? കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന പോൾ എന്ത് ചെയ്യുന്നു? സ്വന്തം മകന്റെ പേരിലേക്ക് മാറ്റുന്നു, റിസോർട്ടുകൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ എല്ലാരും പറയുന്നത് മുനമ്പത്തെ പട്ടിണി പാവങ്ങളെ നിങ്ങൾ ഇറക്കി വിടരുത്. എടോ, മുനമ്പത്ത് എത്ര പട്ടിണി പാവങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്.
എത്ര റിസോർട്ടുകളാണെന്നറിയോ കോടാനു കോടി മുടക്കിയിട്ട് 404 ഏക്കറിൽ നിലകൊള്ളുന്നത്. മുസ്ലിം ലീഗിന്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരുന്ന വഖഫില് അവിടെ സ്ഥിതി ചെയ്യുന്നത് 2 ബാറുകളാ. വഖഫ് സ്വത്തിലെ 2 ബാറുകള്. പണ്ടൊരിക്കൽ ഞാനൊരു വെല്ലുവിളി നടത്തിയിരുന്നു. അബ്ദുൽ സമദ് സമദാനിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ഞാനൊന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒരു ബാറിന്റെ പേരില. അതിന്റെ പേരിൽ എനിക്ക് കുറെ ഇൻഡാസുകൾ വന്നിരുന്നു. കോഴിക്കോട് കടവ് റിസോർട്ട് എന്ന് പറയുന്നത് ബാറാണ്. അതില് മുസ്ലിം ലീഗിന്റേതാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ബാർ നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അവസാനം രവി പിള്ളയ്ക്ക് കൈമാറി കൈ കഴുകി. ബാർ നടത്തിയിരുന്നവളാണോ മുസ്ലിം ലീഗുകാര്? പച്ചയ്ക്ക് തെളിവ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കടവ് റിസോർട്ട് ബൈപ്പാസില്. അതേ സമയത്ത് വഖഫ് സ്വത്തില് ബാറിന് സ്ഥലം അനുവദിച്ചു കൊടുത്തതും ഈ പറയുന്ന ഫാറൂഖ് കോളേജിന്റെ അറിവോടുകൂടി അവരുടെ പവർ ഓഫ് അറ്റോർണിയായ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് പോളാണ്. അപ്പൊ ആരാ കുറ്റക്കാര്? അവിടെ ഇപ്പൊ ജീവിക്കുന്ന പട്ടിണി പാവങ്ങളാണോ? അപ്പൊ പറയും ഉപ്പാന്റെ 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 അച്ഛന്റെ 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 തലമുറയാണെന്നല്ല. ഈ ആധാരങ്ങളൊക്കെ നടന്നിരിക്കുന്നത് 1982 ശേഷം. കുറെ കാലം മുമ്പൊന്നുമല്ല. ആധാരം നടന്നിരിക്കുന്നത് 80-82 കാലഘട്ടത്തിന് ശേഷം. അപ്പൊ എന്താ ഇവിടെ നിയമമില്ലേ? എടോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. വഖഫ് സ്വത്ത് അടിച്ചു മാറ്റിയതാ. ഇപ്പോ അത് പുറത്തെറിഞ്ഞപ്പോ ഇവരെല്ലാം കൂടി കാട്ടിക്കൂട്ടിയ ഈ ഗുലുമാലുകളൊക്കെ പുറത്ത് കുറെ അറിഞ്ഞു തുടങ്ങിയപ്പോ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും കൂടി ബിഷപ്പിനെ കാണാൻ പോയി. സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരാവാൻ. അറിയോ എന്തിനാ? എന്താ നിങ്ങൾക്ക് മൂടി വെക്കാനുള്ളത്? PDP കാരൻ പച്ചയ്ക്ക് ചോദിക്കും, നിങ്ങൾക്ക് എന്താ മൂടി വെക്കാനുള്ളത്? ഞങ്ങൾ ഇന്നും പറയുന്നു വഖഫ് സ്വത്ത് വഖഫ് സ്വത്താ. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. കൈമാറ്റം ചെയ്യപ്പെട്ടാലും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അത് തിരിച്ച് വഖഫ് ബോർഡിന് കയ്യിലേക്ക് തന്നെ എത്തിച്ചേരും. അപ്പൊ നിങ്ങൾ എന്തിനാ ആ മുനമ്പത്തെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്നത്? എന്തിനാണ് സതീശൻ ഫത്വ ഇറക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ഇസ്ലാമിക നിയമപ്രകാരം വഖഫിന്റെ നിയമങ്ങൾ അറിയാഞ്ഞിട്ടാണോ? പാണക്കാട് തങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. തെറ്റാത്. അവിടെയുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്. അത് ന്യായം. പക്ഷെ ഇപ്പൊ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇതിലെങ്കിലും ഒന്ന് താറടിച്ച് കാണിക്കാം. എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് റിസോർട്ട് മാഫിയക്ക് 100 കണക്കിന് ഏക്കർ എഴുതി കൊടുത്തിട്ട് ബാറ് തുടങ്ങാൻ അനുമതി കൊടുത്തിട്ട് കുറച്ച് പാവങ്ങൾക്ക് സ്ഥലം എഴുതി കൊടുത്തിട്ട് ഇപ്പൊ പറയുന്നു അവരെ സംരക്ഷിക്കണം. ആര് സംരക്ഷിക്കണം? എഴുതി കൊടുത്തവൻ സംരക്ഷിക്കണം. ആരാ എഴുതി കൊടുത്തത്? ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ്. ആരാ പണം ഉണ്ടാക്കിയത്? ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ്. അവർക്കാണ് ഉത്തരവാദിത്വം. ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആര്? മുസ്ലിം ലീഗ്. അപ്പൊ മുനമ്പത്തെ വിഷയത്തിന്റെ യഥാർത്ഥ പ്രതികളാര്? മുസ്ലിം ലീഗ്. ഒപ്പം സതീശൻ എന്താ പിന്താങ്ങുന്നതെന്നറിയോ? കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന പോൾ എന്ന ക്രിസ്ത്യാനിയാണ് ഈ വഖഫ് സ്വത്തൊക്കെ പവർ ഓഫ് അറ്റോർണി വെച്ച് എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്തുണക്കാതിരിക്കാൻ പറ്റുമോ? ഇതിന്റെ പുറകിൽ ഒത്തിരി കളികളാണ്. പറ്റിക്കുക, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളല്ല എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും അവസാനം വഖഫ് സ്വത്തിലേക്ക് എത്തി നിൽക്കുന്നു രാഷ്ട്രീയം. ഇവർക്ക് ജനങ്ങളുടെ പ്രശ്നം പറയാനില്ല, ജനങ്ങളുടെ വിഷയങ്ങൾ പറയാനില്ല. 32 രൂപ വിലയുണ്ടായിരുന്ന അരിക്ക് 50-ന് മേലേക്ക് പോയിരിക്കുന്നു. പാവപ്പെട്ടവൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. 1.5 ചാൺ വയറിനു വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവ
വർഗീയതയുടെ പുറകില. ആരാണോ ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുന്നത്? ആരാണോ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഉടുതുണുക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നവന് വേണ്ടി ആരാണോ ശബ്ദിക്കുന്നത്? ഇത് ഞാൻ പറയുമ്പോ കേരളത്തിലല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ കേരളത്തിലല്ല. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരില്ല. ഇത് രേഖയാ. രാജ്യം ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിൽ അതിദരിദ്രരില്ല. ദരിദ്രരുണ്ട് 40%, അതിദരിദ്രരില്ല. യു പിയിൽ അതിദരിദ്രർ, MP-യിൽ അതിദരിദ്രർ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഭരിക്കുന്ന കേരളത്തിൽ ഉടുതുണിക്കും മറുതുണിയില്ലാത്തവരില്ല. കുറച്ചു ഭവനങ്ങൾ കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭവനരഹിതരായ ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവില്ല. പലതിലും നമ്മൾ രാജ്യത്ത് 1-ാം സ്ഥാനത്താണ്. പലതിലും. അതിലൊക്കെ കമ്മ്യൂണിസത്തിന്റെ സ്വാധീനമുണ്ട്, അതിലൊക്കെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് ചില സമയങ്ങളിലൊക്കെ ചില നടപടികളിലും ചില വിഷയങ്ങളിലും നഷ്ടപ്പെടുന്ന ചരിത്രമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്, ഇനിയും ഞങ്ങൾ ചോദ്യം ചെയ്യും. കേരളത്തിലെ പോലീസ്, എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ഉദ്യോഗസ്ഥര്, അതിലേക്കൊക്കെ RSSകാരൻ കടന്നു കയറിയിരിക്കുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആവരുത്, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആവരുത്. അത് ഞങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. രാജ്യത്തെ കണക്ക് പ്രകാരം സംഘപരിവാർ സംഘടനകൾ 145, ഞാൻ പറയുന്നു അല്ല, RSSകാര് കടന്നു കയറിയിട്ടുണ്ട്. അതിനെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് RSS എന്നുള്ള രാഷ്ട്രീയത്തോടോ BJP എന്ന രാഷ്ട്രീയത്തോടോ ഉള്ള അന്ധമായ വിരോധമല്ല. മനുഷ്യരായി കാണാൻ കഴിയാത്ത ഒരു ഇസത്തോടും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സന്ധിയാവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ഒരു സന്ധിക്കും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറല്ല. ഞങ്ങൾ തയ്യാറല്ല. അവരൊരു പുകമറയ്ക്ക് പിന്നില. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കാൻ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിയില്ല. ഇസ്ലാമിക വിഭാഗത്തിന്റെ ഉന്നമനം പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ അരിഞ്ഞു കളഞ്ഞ തലകൾ മുസ്ലിങ്ങളുടെ എത്ര തലകളായിരുന്നു എന്നുള്ള കണക്ക് അജിത് കുമാർ ആസാദിന്റെ കയ്യിലുണ്ട്. ജോസഫ് മാഷുടെ കൈവെട്ടിയ കേസിനോട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സന്ധിയാവാനാവില്ലടോ, ആവില്ല. മനുഷ്യരെ ആക്രമിക്കുന്ന, മനുഷ്യരുടെ മനസ്സിലേക്ക് വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകുന്നവരോട് സന്ധിയാവാൻ മഹദനിയുടെ മക്കളെ കൊണ്ട് സാധ്യല്ല. അത് ഞങ്ങൾ എവിടെയും വിളിച്ചു പറയും. അവിടെ നിങ്ങൾ RSSന് തുല്യരായി മാറുന്നു. കർണാടകയില് കേരളത്തില് ഫാസിസത്തിനെതിരെ എന്ന് പറഞ്ഞ ഗേർവാണ പ്രസംഗം നടത്തുന്ന SDP-കാരൻ കർണാടകയിലേക്ക് പോയാൽ BJP-കാർക്ക് നേടിക്കൊടുത്ത സീറ്റുകൾ എത്ര എന്ന കണക്ക് അജിത് കുമാർ ആസാദ് വെച്ച് തരാം നിങ്ങൾക്ക്. SDP-യുടെ നേതാവ് നേരിട്ട് BJP-യുടെ മെമ്പർഷിപ്പ് എടുത്ത് പോയിട്ട് ആഴ്ചകളായിട്ടില്ല കർണാടകയില്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പില് വളരെ വ്യക്തമായിട്ട് BJP-യുടെ നേതാവ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, സുള്ളിയിൽ ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളായ SDP-യുടെ സഹകരണം കൊണ്ടാണ്. അതിനോട് സന്ധിയാവാൻ ഞങ്ങൾ തയ്യാറല്ല. SDP-യോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താ? അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടന്നപ്പോ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതാക്കളുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മഹദനിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക്? നിങ്ങളാണോ വലിയ രാഷ്ട്രീയ പാർട്ടി? PDP-കാർക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നാ ചോദിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അടപടലം വാരി
കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയടോ നിങ്ങൾക്ക്? എന്ത് ചെയ്യാൻ പറ്റി? പറ. ഞങ്ങളൊരു ചെറിയ പാർട്ടി, നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്, ജനലക്ഷങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഒരൊറ്റ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവിന് വെളിച്ചം കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തിരിച്ചറിയുക. പക്ഷേ PDP പറയുന്നു 22 വർഷക്കാലം ഈ രാജ്യത്തെ നിയമത്തിനൊപ്പം നിന്ന് നിയമപരമായിട്ട് പോരാടിയിട്ട് ഞങ്ങളുടെ നേതാവിനെ ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് അൽ അബ്രാറിൽ എത്തിച്ചിട്ടുണ്ടോ? അതാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. നിങ്ങളുടെയൊക്കെ കയ്യിലെ ചില്ലറ നാണയത്തുട്ടുകൾ തെണ്ടി പിരിച്ചിട്ടാണോ ഞങ്ങൾ സമരം നടത്തിയത്, ഞങ്ങൾ കേസ് നടത്തിയത്? ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ ബദിയടുക്കയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ ചില്ലറ നാണയത്തുട്ടുകളാണ് ഞങ്ങളുടെ ചെയർമാനെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കോടതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചത്. ഇവിടെ ഓരോ കടകളിലെയും പട്ടിണി പാവങ്ങള് അവർക്ക് കച്ചവടമില്ലെങ്കിലും ഉസ്താദിന്റെ വിഷയമാണെന്ന് പറയുമ്പോ ഞങ്ങളുടെ പാത്രത്തിലേക്ക് ഇട്ട് തന്ന ചില്ലറ നാണയത്തുട്ടുകളാണോ ഇന്നും മഹദനിയെ എറണാകുളത്തേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത്. നന്ദിയില്ലാത്തവരല്ല PDP-ക്കാര്. ഇന്നാ മനുഷ്യൻ ആരോഗ്യപരമായി വളരെയേറെ പ്രയാസത്തിലാ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഞങ്ങൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. മഹദനി തിരിച്ചു വരും, അബ്ദുൽ നാസർ മഹദനി തിരിച്ചു വരും. ആ മനുഷ്യന് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഈ മണ്ണിൽ ബാക്കിയുണ്ട്. ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ, ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ, ഇവിടുത്തെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവാൻ അബ്ദുൽ നാസർ മദനി എന്ന രാഷ്ട്രീയ മഹാമേരു ഇവിടെ ഉദിച്ചുയർന്നു നിൽക്കേണ്ടതുണ്ട്. സർവശക്തനായ ദൈവം തമ്പുരാൻ അതിനവസരം ഒരുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അവിശ്വാസികളല്ല, ഞങ്ങൾ വിശ്വാസികളാണ്. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ എത്ര കൂട്ടരാ ഒത്തുകൂടിയത്? ഞാൻ അതിലേക്കൊക്കെ പോയാൽ ഒത്തിരി പറയേണ്ടി വരും. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കെ കരുണാകരൻ ഡൽഹിയിലേക്ക് ഒരു വിമാനത്തിൽ പോയപ്പോ ആ വിമാനത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തപ്പോ കരുണാകരൻ തിരിച്ചു വന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അതൊരു പാവം പയ്യൻ. ആ പാവം പയ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എറണാകുളംകാരനായ പിച്ച ബഷീർ. ഈ പിച്ച ബഷീറും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുത്ത അജണ്ടയുടെ ഭാഗമാണോ അബ്ദുൽ നാസർ മദനി ഇന്ന് അനുഭവിക്കുന്ന പീഡനം. ഇത് ഞങ്ങൾ പറയണ്ടല്ലോ. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്മാര് പത്രസമ്മേളനം നടത്തിയും അവരുടെ പുസ്തകങ്ങളിലൂടെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് മഹദനിയുടെ കേസ്, ആരാണ് മഹദനിയെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്. വിറയ്ക്കുന്ന കരങ്ങളോട് കൂടെയാണ് ഞാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അബ്ദുൽ നാസർ മദനി മുസ്ലിമാ? ഈ പറഞ്ഞ IPS ഉദ്യോഗസ്ഥർ ഒരു മുസ്ലിം ആയിരുന്നില്ല, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ മഹദനി ഇന്നും നമ്മളോടൊപ്പമുണ്ട്. ഞാൻ ചുരുക്കുക, സമയം വളരെയധികം വൈകിയിരിക്കുന്നു. സാധാരണ ഇത്ര സമയമൊന്നും ബദിയെടുക്കത്തെ നമ്മുടെ പ്രവർത്തകരും നമ്മുടെ നാട്ടുകാരും നിൽക്കാറില്ല, എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങളുടെ കാതുകൾ കൂർപ്പിച്ച് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനിയും ജനപക്ഷ രാഷ്ട്രീയത്തിന്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്, മനസ്സുകളെ സ്നേഹം കൊണ്ട് വിളക്കി ചേർക്കുന്ന രാഷ്ട്രീയത്തിന് ബദിയെടുക്കയുടെ മണ്ണിലും വേരോട്ടമുണ്ടാവും. ഇവിടുത്തെ PDP-ക്കാരെ കുറിച്ചൊക്കെ ബദിയെടുക്കക്കാർക്ക് അറിയാം, പട്ടിണി പാവങ്ങളാ. ഞങ്ങളുടെ കൂടെ കോടീശ്വരന്മാരില്ല. പകലന്തിയോളം കഷ്ടപ്പെടുന്നവര് അതിൽ നിന്ന് മാറ്റിവെക്കുന്ന ചില്ലറ നാണയത്തുട്ടുകൾ കൊണ്ടാണോ ഞങ്ങൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി കൊടികെട്ടുന്നത്, ഞങ്ങൾ ചുമരെഴുതുന്നത്, ഞങ്ങൾ പൊതുയോഗം നടത്തുന്നത്, ഞങ്ങൾ ഈ പരിപാടി വരെ നടത്തുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തെണ്ടി പിരിക്കുന്ന പണം കൊണ്ടാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണോ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും അപമാനിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല.
യാഥാർത്ഥ്യം മാത്രമേ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ ആസാദ് ഈ വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവാണെങ്കിൽ, ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ഇവിടെ വേദി കെട്ടിക്കൊണ്ട് ഇതിന് മറുപടി പറയുക. മറ്റന്നാള് എന്റെ ചെലവിൽ വേദി കെട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ വരും. പി ജയരാജനെ ഞങ്ങൾ വെല്ലുവിളിച്ചിരുന്നു, അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുമിക്കേണ്ട സമയമായിരിക്കും. പുരോഹിതന്മാരോടും അച്ഛന്മാരോടും ക്രിസ്തീയ വിഭാഗത്തോടും എനിക്ക് പറയാനുള്ളത്, പണ്ട് ഒറീസയിലെ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടിയപ്പോ ഒരൊറ്റ നേതാവേ കേരളത്തിന്റെ മണ്ണില്, ഈ രാജ്യത്തിന്റെ മണ്ണില് ചങ്കുറപ്പോടുകൂടി നിലത്ത് ചവിട്ടി നിന്നിട്ട് പ്രതികരിച്ചിട്ടുള്ളൂ. അത് 24 ക്യാരറ്റ് മുസൽമാനായ അബ്ദുൽ നാസർ മഹദനിയായിരുന്നു. ഗ്രഹാം സ്റ്റൈൻസിനെ ചുട്ടുകൊന്നപ്പോ, BJP-കാരൻ ചുട്ടുകൊന്നപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ ഒരു മഹദനിയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ വഖഫ് സ്വത്തിനു വേണ്ടി നിങ്ങൾ മനുഷ്യർക്കിടയില് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് കൂടിയിട്ട് പൊറാട്ട് നാടകം കളിക്കുമ്പോ തെളിവ് വെച്ച് ഞാൻ സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയില് കടൽ തീരത്ത് 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങള് വേലി കെട്ടി എടുത്തിട്ട് പാവപ്പെട്ട സമുദായത്തിലെ പാവങ്ങൾക്ക് വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ സമൂഹത്തിന്റെ പാതിരിമാര്. തെളിവ് ഞാൻ ഹാജരാക്കാം. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ 100 കണക്കിന് ഏക്കർ സ്ഥലം വേലി കെട്ടി തിരിച്ചിട്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ പുരോഹിതന്മാര്. ചങ്കൂറ്റുണ്ടോ നിഷേധിക്കാൻ അജിത് കുമാർ ആസാദ് രേഖയായിട്ട് വരാം. ഇവിടെ വഖഫിനെ കുറിച്ചാണല്ലോ ചർച്ച. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മുഴുവൻ പള്ളികളുടെയും സ്വത്തുക്കളും അവരുടെ കാണിക്ക വഞ്ചിയിൽ വീഴുന്ന പണവും വഖഫിലേക്കാണ് പോകുന്നത്, അല്ലേ? ഇവിടുത്തെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിലെ സമ്പാദ്യം, അവിടെ ഇരിക്കുന്ന കിണ്ടി മുതല് വിളക്ക് മുതല് അവിടെ വീഴുന്ന ഓരോ നാണയത്തൊട്ടും എവിടേക്കാ പോണത്? ദേവസ്വം ബോർഡിലേക്കാണ് പോകുന്നത്. ഞാൻ മാന്യമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ക്രിസ്ത്യൻ പാതിരിമാരോട് ചോദിച്ചോട്ടെ. ഹിന്ദുക്കളുടെ സ്വത്ത് മൊത്തം, ക്ഷേത്രങ്ങളുടെ സ്വത്ത്, കാണിക്ക വഞ്ചിയിൽ വീഴുന്ന പണം അത് ദേവസ്വം ബോർഡിലേക്കാണ് പോകുന്നതെങ്കിൽ, മുസ്ലിങ്ങളുടെ പള്ളിയിൽ വീഴുന്ന പണം, മുസ്ലിങ്ങളുടെ പള്ളിയുടെ സ്വത്ത്, ഇതൊക്കെ തന്നെ വഖഫ് ബോർഡിലേക്കാണ് പോകുന്നതെങ്കിൽ കോടാനുകോടിയുള്ള ക്രിസ്തീയ സഭയുടെ സ്വത്ത് എവിടേക്കാണ് പോകുന്നത്? എന്താ ക്രിസ്ത്യൻ സഭയ്ക്ക് മാത്രം ബോർഡില്ലാത്തത്? ഈ രാജ്യത്തെ എല്ലാ പട്ടണങ്ങളും ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. രാജ്യത്തെ എല്ലാ പട്ടണങ്ങളുടെയും ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് ക്രിസ്തീയ സഭയ്ക്കാണ്. ചെന്നൈക്ക് പോ, ബാംഗ്ലൂർ പോ, ഡൽഹിക്ക് പോ, മലപ്പുറത്ത് പോ, കൊച്ചിയിൽ പോ, തിരുവനന്തപുരത്ത് പോ, ബദിയടുക്കയിൽ വാ, എന്റെ ബോബിക്കാനത്തേക്ക് വാ, UP-യിലേക്ക് പോ. ഈ രാജ്യത്തിന്റെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും കോടാനുകോടിയുടെ സ്വത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കയ്യിലുണ്ട്. ഞാനത് വർഗീയതയ്ക്ക് വേണ്ടി പറയുന്നതല്ല. മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്കൊരു നിയമം, അതേ നിയമം ക്രിസ്ത്യൻസിനും വേണം. അത് സാമൂഹ്യ നീതിയുടെ വിഷയമാണ്, അത് ന്യായമാണ്. അത് ഈ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാ. അത് പാലിക്കപ്പെടണം. പക്ഷെ ഇവരാരും ചെയ്യൂല. എന്താ? വോട്ടാണ് പ്രശ്നം. ക്രിസ്ത്യാനികളുടെ വോട്ടാണ് പ്രശ്നം. ഞങ്ങൾക്ക് വോട്ടും വേണ്ട, കോർപ്പറേഷനും വേണ്ട. മാറ്റങ്ങൾ ഉണ്ടാവണം. സത്യം സത്യമായിട്ട് പറയണം. ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമുദായ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് സാധിക്കണം. വെള്ളാപ്പള്ളിയുടെ പിന്നാമ്പുറത്ത് പോയി നടത്തുന്ന ചർച്ച അവസാനിപ്പിക്കണം.
ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായരെ കണ്ട് ഫത്വ ഇറക്കുന്ന ഇടപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവസാനിപ്പിക്കണം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം മതപണ്ഡിതരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എത്തുന്ന സംവിധാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവസാനിപ്പിക്കണം. രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം. മത നേതാക്കൾ മതം കൈകാര്യം ചെയ്യണം. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് കുഴച്ച പരുവത്തിലാക്കി ഇരിക്കുന്നു രാഷ്ട്രീയത്തെ. മലീമസപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ രംഗം. ഗവൺമെന്റുകൾക്ക് പിണറായി വിജയന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം, രാഷ്ട്രീയ ഭരണത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മിസ്റ്റർ സുകുമാരൻ നായർ, നിങ്ങൾ നായന്മാരുടെ വിഷയങ്ങൾ നോക്കൂ. മുസ്ലിം മതപണ്ഡിതരോടും പാണക്കാട് തങ്ങളോടും പറയാൻ സാധിക്കണം, പാണക്കാട് തങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കൂ. അതല്ല, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ രാഷ്ട്രീയ കാര്യം കൂടി നോക്കൂ. ക്രിസ്ത്യൻ ബിഷപ്പുമാരോട് പറയാൻ കഴിയണം, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യം നോക്കൂ, ഭരണത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ ചങ്കൂറ്റത്തോടുകൂടെ എന്ന് വിഷയങ്ങളെ വിളിച്ചു പറയാൻ കഴിയുന്നുവോ അവിടെയാണ് ജനാധിപത്യം പുലരുക. ഞങ്ങൾ എവിടെയും മതം പറഞ്ഞ് വോട്ട് വാങ്ങാറില്ല. ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ കിട്ടുന്ന വോട്ടും വേണ്ട. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ മുന്നൊരുക്കം 2025 ആരംഭിച്ചിരിക്കുകയാണ്. ബദിയടുക്കയിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, ബദിയടുക്ക പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അത് ജനപക്ഷത്ത് നിന്നുകൊണ്ടാ പറയേണ്ടതുപോലെ പറഞ്ഞിട്ടാ. ആരുടെയും പിന്നാമ്പുറത്തേക്ക് ഞങ്ങൾ പോവില്ല. മുമ്പിലുള്ള പരിപാടിയെ പീഡിപ്പിക്കുള്ളൂ. ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. നടിവരയിട്ട് പറയുന്നു, ആ ഇടതുപക്ഷം ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്. ഒപ്പം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, ഞങ്ങൾക്കും തെറ്റ് സംഭവിക്കാം. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാ. തെറ്റുകൾ പറയാം, വിമർശിക്കാം, ഞങ്ങൾ അത് ഉൾക്കൊള്ളും. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറേയേറെ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരേണ്ടതുണ്ട്, പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ എത്തേണ്ടതുണ്ട്. ഇന്ന് രാത്രി തന്നെ പുറപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ജനപക്ഷ രാഷ്ട്രീയത്തിന് കറകറഞ്ഞ ഒരു പിടി നേതാക്കൾ ബദിയടുക്കയുടെ മണ്ണിലുണ്ട്. ബദിയടുക്കയിലെ പാർട്ടി നേതാക്കളോട് എന്നും ഞാൻ പറയുന്നത് പോലെ ഇന്നും അടിവരയിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് രാഷ്ട്രീയം വേറെ, വ്യക്തി വേറെ. നാളെ ബദിയടുക്കയിലെ ഒരു RSS കാരന് ആ വ്യക്തിക്കൊരു വിഷയമുണ്ടായാൽ ആദ്യം കൈ സഹായവുമായിട്ട് എത്തേണ്ടത് അബ്ദുൾ നാസർ അതിനെ ത്രസിപ്പിച്ച് വിട്ട രക്തത്തിന്റെ ഉടമകളായ PDP-കാരായിരിക്കണം. നാളെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന് ഒരു പ്രശ്നമുണ്ടായാൽ അവർക്ക് ആദ്യം കൈണ്ടാക്കാൻ വേണ്ടത് PDP-യുടെ പ്രവർത്തകരായിരിക്കണം. നാളെ കമ്മ്യൂണിസ്റ്റുകാരനോ CPI-കാരനോ CPM-കാരനോ ഒരു പ്രശ്നമുണ്ടായാൽ കൈകോർക്കാൻ നിങ്ങൾ ഉണ്ടാവണം. അതാണ് PDP-യുടെ രാഷ്ട്രീയം. വിദ്വേഷ രാഷ്ട്രീയം PDP-യുടെ അജണ്ടയിലില്ല. സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് ഈ പ്രസ്ഥാനത്തെ പഠിക്കുവാൻ, തിരിച്ചറിയുവാൻ, സമാധാനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അത് ഞാൻ പറയാതെ പോയാൽ അത് എന്റെ വ്യക്തിത്വത്തോട്, എന്റെ മനസ്സാക്ഷിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. എന്നെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം ഉറപ്പിച്ചു നിർത്തുന്ന വാചകം, എന്നെ അബ്ദുൽ നാസർ മദനിയുടെ ഇടതുവശത്ത് ഉറപ്പിച്ചു നിർത്തുന്ന വാചകം, എന്നെ ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്ന ഞാൻ ഇന്ന് ഇവിടെ വണ്ടി കയറി വന്നിട്ട് ബദിയടുക്കത്ത് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയ വാചകം എന്താണെന്നറിയുമോ? 1000 ആണ്ടുകൾക്ക് മുൻപ് ഒരു യുദ്ധമുണ്ടായിരുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം, ന്യായവും അന്യായവും തമ്മിലുള്ള യുദ്ധം, നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധം, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം.
അങ്ങ് കുരുക്ഷേത്ര ഭൂമിയിൽ ഒന്ന് നോക്കുക. ഒരു ഭാഗത്ത് നൂറ്റവരായ കൗരവ സൈന്യം അനീതിയുടെ അക്രമത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ പക്ഷത്ത് പാണ്ഡവപക്ഷം നിലയുറപ്പിച്ചിരിക്കുന്നു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തേർത്തട്ടിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ ശംഖെടുക്കുന്നു, ശംഖനാദം മുഴക്കുന്നു, യുദ്ധകാഹളം മുഴക്കുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുന്ന അർജുനൻ മുന്നോട്ട് നോക്കിയപ്പോൾ തന്റെ ഗുരുഭൂതരായ, തന്നെ കുഴിപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ച ദ്രോണാചാര്യരും കൃപാചാര്യരും തനിക്കു നേരെ കുലച്ച വില്ലുമായിട്ട് നിൽക്കുകയാ. വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ തന്റെ സഹോദരൻ ദുര്യോധനനും ദുശാസനനും തനിക്ക് നേരെ കുലച്ച വില്ലുമായിട്ട് നിൽക്കുകയാ. ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോ തന്നോടൊപ്പം കുഴിപ്പള്ളിക്കൂടത്തിൽ പഠിച്ച തന്റെ സഹപാഠികൾ നിൽക്കുന്നു. ഭഗവാനെ, ഇവരുടെ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് എനിക്കൊരു രാജ്യം ആവശ്യമില്ല, എനിക്കൊരു രാജ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗാന്ധീവം എന്ന് പറയുന്ന അസ്ത്രത്തെ തേർത്തട്ടിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് വിഷണ്ണനായിരിക്കുന്ന അർജുനന്റെ തോളത്ത് തട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു വാചകമുണ്ട്. ബോബിക്കാനത്ത് അജിത് കുമാർ ആസാദിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളവർക്കറിയാം, എന്റെ വീട്ടിലേക്ക് കയറുമ്പോ ആദ്യം കാണുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കചാതന മാം ഫലഭൂർഭേദുർഭാം മാം ഫലഹേതുർഭൂകർമാം മാം സങ്കുത്വകർമ്മിണി. കർമ്മം ചെയ്യുക മനുഷ്യ, കർമ്മം ചെയ്യുക അർജുന, കർമ്മം ചെയ്യുക പാർത്ഥ, ഫലമിച്ഛിക്കരുത്. ആ കർമ്മത്തിന്റെ ഫലം മാം ഫലേഷു ഗജാതന മാ ഫലഹേതുർഭൂകർമാം മാം സങ്കുത്വകർമ്മിണി. സർവശക്തനായ ദൈവം തമ്പുരാൻ തരും, സ്വർഗസ്ഥനായ പിതാവേശുദേവൻ തരും, റബ്ബിൽ ആലമീനായ ദൈവം തമ്പുരാൻ അല്ലാഹു തആല തരും. അജിത് കുമാർ ആസാദ് വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണനും തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം നിങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും ഉണ്ടാവണം. മാ ഫലേഷു ഗജാതന മാം ഫലഹേതുർഭൂകർമാം മാം സങ്കുത്വകർമ്മിണി. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എന്റെ സഹോദരങ്ങൾക്ക് 1000 ധീര വീര വിപ്ലവ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് PDP, ജയ് മർദിത ഐക്യം, ജയ് അബ്ദുൽ നാസർ മഹദനി.